എന്നെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് പറഞ്ഞു. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഒരു പണ്ഡിതനൊന്നുമല്ല. ഞാനിങ്ങനെ കഷ്ടിച്ച സംസ്കൃതം ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അന്വയിച്ച് അർത്ഥം പറയും. കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും. അത്രയ്ക്കൊക്കെ ഉള്ളൂ കഴിവുള്ളൂ. അല്ലാതെ സംസ്കൃതത്തില് പാണ്ഡിത്യം നേടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് അതെ. സാധിക്കും. ഇന്നലെ തന്നെ ഇന്ന് നാരായണീയത്തെ കുറിച്ച് പറയണം. അപ്പൊ എന്താ ഞാൻ പറയേണ്ടത് എന്തെങ്ങനെ വിചാരിച്ച് ഇരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ഈ ഫോണൊന്ന് എടുത്ത് നോക്കിയപ്പോ എന്റെ ടീച്ചർ എന്നെ വിളിച്ചിരിക്കണു ഇന്നലെ. ഡോക്ടർ എസ് രാധ. ഒരു ഒരു സാധാരണ ഒരു കർമ്മശേഷി. ഭയങ്കര ഇയാളെ നമുക്ക് കേട്ടില്ലേ? എല്ലാവരും ഒന്നും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. സാറിന്റെ പ്രഭാഷണം കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത്. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. കർമ്മശേഷിയുടെ ഒരു അവതാരം തന്നെയാണ് ടീച്ചർ. അപ്പൊ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ഇതിനെപ്പറ്റി. ടീച്ചർ പറഞ്ഞു, അതൊരു ഭാഗ്യമാണ് നിങ്ങളുടെ കരുതാം. നാരായണീയത്തെ പറ്റി കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു അവസരമാണ് എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞോളൂ, അതിലൊന്നും ദോഷമൊന്നും വരില്ല എന്ന് ടീച്ചർ അങ്ങോട്ട് പറയണ്ടായത്. അപ്പൊ അങ്ങനെ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പൊ സ്വാമിജി പറഞ്ഞ പോലെ ഒരു പണ്ഡിതനായിട്ടല്ല, പക്ഷെ ഒരവസരം കിട്ടിയതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരാളായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി. നാരായണീയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സാധാരണ ഗീതയിൽ പറയാറുണ്ട്, ഗീത എന്താണ്? ധർമ്മമാണ്. അത് സംസ്കൃതത്തിലെ പ്രത്യാഹാരം എടുക്കുന്നത് പോലെ. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം തൊട്ട് ഒരു വർണ്ണം വരേക്കുള്ള എല്ലാ വർണ്ണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ്, വർണ്ണങ്ങളെ ഗ്രഹിക്കുന്നതാണ് ഈ പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അച്ച്, ആ മുതൽ ചെ വരെയുള്ള വർണ്ണങ്ങൾ എല്ലാ സ്വരങ്ങളുമാണ്. ആ ഇ ഉ ഋ എ ഒ ഐ എന്ന് പറയുന്നത് പോലെ പ്രത്യാഹരിക്കുക. അപ്പോ അതുപോലെ നമ്മൾ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയുടെ ആദ്യത്തെ അക്ഷരം ധർ എന്നാണ്. അത് അവസാനിക്കുന്നത് മതിർ മമ എന്നാണ് അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ ധർ എന്ന് തുടങ്ങി മാ വരെ ധർമ്മ. ധർമ്മമാണ്, ശാശ്വതമായ ധർമ്മമാണ്, സനാതനമായ ധർമ്മമാണ് ഭഗവത്ഗീത പറയുന്നത്. അതുപോലെ നമ്മൾ അതേ മാനം വെച്ച് നോക്കിയാൽ നാരായണീയം ആരംഭിക്കുന്നത് സാന്ദ്രാനന്ദ അവബോധാത്മകം എന്നാണ് ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നതോ ആയുരാരോഗ്യ സൗഖ്യം എന്നാണ്. അപ്പൊ ഭഗവത്ഗീത നമ്മൾ നോക്കിയതുപോലെ ഇവിടെ നോക്കിയാൽ സാഖ്യം എന്നാണ് ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം. സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സഖീഭാവം, സഖിത്വം, ഭഗവാനുമായിട്ടുള്ള സഖീഭാവമാണ്. സഖിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാനം ഖ്യായതേ, തുല്യമായിട്ട് അറിയപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. സഖേ, സഖാവേ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് തുല്യനായിട്ടുള്ളവനെ എന്നാണ്. അപ്പോ ഈ ഒരു സഖ്യം, ഭഗവാനുമായിട്ടുള്ളതായ സഖ്യം അഥവാ സഖീഭാവം, അതാണ് സാഖ്യം. ഇനി നമ്മൾ ഇതില് ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ദ്വേധാ നാരായണീയം ശ്രുതിഷുച ജനുഷ എന്ന് പറഞ്ഞതനുസരിച്ചിട്ട് ആദ്യത്തെ രണ്ടക്ഷരവും അവസാനത്തെ രണ്ടക്ഷരവും എടുത്തു നോക്കുക. അങ്ങനെ എടുത്തു നോക്കിയാൽ സാന്ദ്ര എന്നും സൗഖ്യം എന്നുമാണ്. സാന്ദ്രമായ സൗഖ്യമാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്നത് എന്നും നമുക്ക് പ്രത്യാശാപൂർവം നമുക്ക് ആശ്വസിക്കാം, നമുക്കതിനെ എടുക്കാം. അതിൽ തെറ്റ് വരികയും ഇല്ല. കാരണം മെൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ അദമ്യമായ ദമനം ചെയ്യാൻ കഴിയാത്ത ആ രോഗത്തെ പ്രശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുഭവനപുരത്തിൽ ഭജനമിരുന്ന് തൻ്റെ അനുഭൂതികളെ ഓരോ ദിവസവും ഓരോ ദശകങ്ങളിലൂടെ എഴുതി. അത് അദ്ദേഹത്തിന് നേടുകയും ചെയ്തു. അതൊരു ഐതിഹ്യമായി എടുക്കേണ്ടതല്ല, മറിച്ച് ഒരു ചരിത്ര സത്യം തന്നെയായി, ഒരു ശാസ്ത്രതത്വം തന്നെയായി രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം അനിർവചനീയമായ ആ ആനന്ദാനുഭൂതി, ആ ഒരു എക്സ്റ്റസി, അതിലെന്തുണ്ടാകും? ശരീരത്തിലുള്ള ഏതൊരു രോഗവും അഥവാ ശരീരത്തിന്റെ ആ പല പല
സിസ്റ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ. അതിനെവിടെ ദോഷമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കത്തക്ക വിധത്തിലുള്ളതായ ഊർജമാണ് ആ അനുഭൂതിയിൽ ഉണ്ടാകുന്നത്. അത്രയും നല്ല ഒരു അനുഭൂതിയിലേക്ക് എത്തിയ ഒരാൾക്ക് അയാളുടെ ശരീരത്തിലെ സിസ്റ്റങ്ങൾ തകരാറിലാവുന്നത് കൊണ്ടുള്ള ഏത് രോഗവും മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മേൽപ്പത്തൂരിന്റെ രോഗശാന്തി എന്നത് ഐതിഹ്യമല്ല, അതെന്താണ്, അതൊരു ശാസ്ത്ര തത്വവും കൂടിയാണ്. അപ്പൊ അതില് മേൽപ്പത്തൂര് 100 ദശകങ്ങളാണ് എഴുതിയത്. 100 ദശകങ്ങളിലായി എത്ര ശ്ലോകങ്ങളുണ്ട്? 1033 ശ്ലോകങ്ങളുണ്ട്. 100 ദശകമാകുമ്പോൾ 1000 വരേണ്ടത്. പക്ഷെ ചിലതിലൊക്കെ ശ്ലോകസംഖ്യ കൂടുതലുണ്ട്. ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ളത് 4-ാമത്തെ ദശകത്തിലാണ്. 15 ശ്ലോകങ്ങളുണ്ട്. അത് അഷ്ടാംഗ യോഗമാണ്. പിന്നെ 65-ാമത്തെ ശ്ലോകത്തിലാണ്, 65-ാമത്തെ ദശകത്തിലാണ് ഒരു ശ്ലോകം കുറവ്. അതിൽ 9 ശ്ലോകങ്ങളേ ഉള്ളൂ. അത് രാസക്രീഡയ്ക്കായി ഭഗവത് സന്നിധിയിലേക്ക് ഓടി വരുന്ന ഗോപികമാരെ കുറിച്ചാണ് ആ ദശകത്തിൽ പറയുന്നത്. അതിൽ 9 ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ 100 ദശകങ്ങളിൽ 1000 ശ്ലോകമല്ല, 1033 ശ്ലോകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലൊക്കെ ശരിക്കും നമുക്കറിയാം, ഇത് ഭാഗവത കഥയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരാണ് ഇവിടെ ഉള്ളത്. സുകുമാരൻ സാറിന്റെ ആ തർജ്ജമകള് എനിക്ക് വളരെയേറെ മതിപ്പുളവാക്കുന്ന ഒന്നാണ്. അതൊരു പദാനുപദ തർജ്ജമ അല്ല, ഒരു ആശയ പ്രപഞ്ചത്തിന്റെ തർജ്ജമയാണ് വാസ്തവത്തിൽ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. സവിശേഷമായ ഒരു മഹിമാതിരേഖം അതിനുള്ളത് അതാണ്. വളരെ മതിപ്പോടുകൂടി ഞാൻ അതിനെ കാണുന്നു. ഇതില് ഈ സംഗ്രഹിച്ച് പറയുക, ഈ അതിവിശാലമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ഭാഗവത മഹാപുരാണത്തെ അതിനെ ഇങ്ങനെ അത്രയും സംഗ്രഹിച്ച് എഴുതണമെങ്കിൽ അതിമഹത്തായ ഒരു സംഗ്രഹണ പടുത്വം ആവശ്യമാണ്. അപ്പോ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ 24,000 ശ്ലോകങ്ങളുണ്ട് വാൽമീകി രാമായണത്തിലെ. ആ 24,000 ശ്ലോകങ്ങൾ കൃത്യം 20 ശ്ലോകങ്ങളിലാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. 34ഉം 35ഉം ദശകങ്ങൾ അത് രാമായണമാണ്. അപ്പൊ ഈ 2 ദശക 24,000 ശ്ലോകങ്ങളിൽ വാൽമീകി പറഞ്ഞ കാര്യങ്ങളെ, അതിൻ്റെ ആ ആശയങ്ങളെ വിട്ടുകളയാതെ അത് കാച്ചി കുറുക്കി എടുക്കുകയാണ്. പലരും പലപ്പോഴും ഇങ്ങനെ ചെറുതാക്കാറുണ്ട്, പലതും ചെറുതാക്കാറുണ്ട്. ആ ചെറുതാക്കൽ പലതും വെട്ടിമുറിക്കുന്നത് പോലെയാണ്. വെട്ടിമുറിച്ച് ചെറുതാക്കിയാൽ പല അംശങ്ങളും, അതിലെ ജീവത്തായ പല അംശങ്ങളും നഷ്ടമാകും. എന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് വെട്ടിമുറിക്കുകയല്ല, അതിന് കാച്ചി കുറുക്കുകയാണ്. തൻ്റെ ധിഷണയുടെ ഊർജം ഉപയോഗിച്ച് കാച്ചി കുറുക്കിയെടുക്കുമ്പോൾ എന്താണ്, അതിലെ സ്ഥൂലതകൾ മാത്രമേ പോവുകയുള്ളൂ, അതിൻ്റെ ഗുണാംശം ഒരിക്കലും നഷ്ടപ്പെടില്ല. അങ്ങനെ 20 ശ്ലോകങ്ങളിലൂടെ രാമായണത്തെ മേൽപ്പത്തൂർ അതീവ ഹ്രസ്വമാക്കിയിട്ട് ചുരുക്കിക്കൊണ്ടു അതിന്റെ സാര അംശം അതിലേക്ക് നാരായണീയത്തിൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു ശ്ലോകം നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോ ഈ ഭട്ടപാദരുടെ നാരായണ ഭട്ടപാദരുടെ ആ കൗശലം, സംഗ്രഹണ ശേഷിയും പാണ്ഡിത്യവും എല്ലാം അതിൽ അന്തർലീനമായിട്ടുണ്ട്. അതിന് നിദർശനമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു ശ്ലോകം നമുക്ക് എടുത്തു നോക്കാം. ഈ മേൽപ്പത്തൂരിന്റെ ആ സംഗ്രഹണ പാഠവും അതുപോലെ തന്നെ സംസ്കൃത സാഹിത്യത്തിലും വ്യാകരണത്തിലുമുള്ള അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യവും എല്ലാം സ്പഷ്ടമാക്കുന്ന ഒരു ശ്ലോകം നമുക്ക് ഈ രാമായണത്തിലെ 34-ാമത്തെ ദശകത്തിലെ, രാമായണത്തിലെ ദശകമല്ല, രാമായണത്തിലെ ആശയ സംഗ്രഹണം ചെയ്തിട്ടുള്ള 34-ാമത്തെ ദശകം, നാരായണീയത്തിലെ 34-ാമത്തെ ദശകം. അതില് 8-ാമത്തെ ശ്ലോകം ശൂർപ്പണഖയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതില് ഈ വലിയ ഒരു നർമ്മബുദ്ധിയും കൂടെയുള്ള ഒരാളാണ് മേൽപ്പത്തൂർ
നാരായണ ഭട്ടതിരി അല്ലെ. വലിയ നർമ്മബോധം അദ്ദേഹത്തിനുണ്ട്. അതിന് ജസ്റ്റ് ഒരു കഥയും കൂടെ ഞാൻ പറയട്ടെ, കാരണം നാരായണീയത്തിന് നമുക്ക് അധികം പറയാനൊന്നും ഇപ്പൊ സമയം നമുക്ക് കിട്ടില്ല. ഈ മേൽപ്പത്തൂര് പണ്ട് ചമ്പകശ്ശേരി രാജാവിനെ കാണാൻ പോയ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അദ്ദേഹം പോയിട്ട് ചമ്പകശ്ശേരി രാജാവിന്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോ അന്നത്തെ രാജാവ് പൂരാടം തിരുനാൾ മഹാരാജാവാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പണ്ഡിതനാണ്, നല്ല പണ്ഡിതനും നല്ലൊരു കഷണ്ടിക്കാരനുമാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് മുഖം കാണിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, അപ്പൊ ഈ മേൽപ്പത്തൂരാണെന്നൊന്നും അറിയില്ല, കാരണം അന്ന് ഇങ്ങനെ ആളുകളെ കാണുന്നില്ലല്ലോ, ടി വി ഒന്നും ഇല്ല. അപ്പോ അദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങ് വന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടണം, അതിനുവേണ്ടി ഒരു പണി വേണം. എന്ത് പണിയാ അങ്ങേക്ക് വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കുന്ന പണി കിട്ടിയാൽ വേണ്ടിയില്ലായിരുന്നു. വായിക്കുക. ഇപ്പൊ രാജാവിനെ എല്ലാ ദിവസവും മഹാഭാരതവും ഭാഗവതമൊക്കെ വായിച്ച് കേൾപ്പിക്കണമല്ലോ. അന്ന് നീലകണ്ഠ ഗുരുവാണ് അവിടെ ഉള്ളത്. അപ്പോ നീലകണ്ഠ ദീക്ഷിത എന്നാണ് അദ്ദേഹത്തെ പറയാൻ. നീലകണ്ഠ ദീക്ഷിതരാണ് സാധാരണ. അപ്പൊ മേൽപ്പത്തൂരിനോട് ചോദിച്ചു രാജാവ്, ഒരു ജോലിക്ക് എടുക്കണമെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തണമല്ലോ. അദ്ദേഹം ചോദിച്ചു, എന്ത് വായിക്കുന്ന പണി, അപ്പൊ അതിനു വേണ്ട ഒരു കഴിവ് എന്താണ്? കൂട്ടി വായിക്കണം. രാജാവ് ചോദിച്ചു, കൂട്ടി വായിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു. അറിയാം, എന്നാൽ നാളെ തൊട്ട് വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം അദ്ദേഹം ചെന്നപ്പോ അദ്ദേഹത്തിന് വായിക്കാനായിട്ട് കൊടുത്തത് മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ്. അപ്പോ അതിൽ ആ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ യുദ്ധത്തെക്കുറിച്ച് വായിക്കുന്ന ഭാഗം വന്നപ്പോ ഒരു തട്ടും തടവുമില്ലാതെ മേൽപ്പത്തൂരൻ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. നിങ്ങൾ പലർക്കും അറിയാവുന്ന കഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോ അതിനിടയ്ക്ക് ഒരു ശ്ലോകം പെട്ടെന്ന് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായിരുന്നു ആ ശ്ലോകം? ഭീമസേന ഭയത്രസ്തോ ദുര്യോധന വരൂധിനി ശിഖാ ഖർവാടകസ്യവ കർണമൂലമുപാശ്രിത. രാജാവ് ഉടനെ പറഞ്ഞു, നിർത്തൂ, അവിടെ നിർത്തൂ. ചോദിച്ചു, എന്താണ് ഈ ശ്ലോകം? എന്താണ്? ഭീമസേന ഭയത്രസ്ത, ഭീമസേനെ കണ്ട് ഭയന്ന് ത്രസിച്ചു പോയ ദുര്യോധന വരൂധിനി, ദുര്യോധനന്റെ വരൂധിനി സൈന്യം, ദുര്യോധന സേന, ശിഖ ഖർവാടകസ്യവ, ഖർവാടക എന്ന് പറഞ്ഞ കഷണ്ടിക്കാരന്, കഷണ്ടിക്കാരന്റെ കുടുംബ പോലെ കർണമൂലമുപാശ്രിത, കർണമൂലത്തെ ആശ്രയിച്ചു. അപ്പൊ കഷണ്ടിക്കാരന്റെ കുടുംബ, രാജാവിന്റെ കുടുംബം എങ്ങനെയാണ്? കർണമൂലത്തിലുള്ള മുടിയാണ് അദ്ദേഹം കുടുംബയായിട്ട് കെട്ടിയിട്ടില്ല, കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ കഷണ്ടിയാണ്. അപ്പോ കർണമൂലമുപാശ്രിത, അവിടെ ഭാരതത്തിൽ നോക്കുമ്പോ കർണന്റെ അടുത്ത് ചെന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കർണന്റെ അടുത്ത് ചെന്നു. ഇപ്പൊ ഇവിടെ കർണമൂലത്തെ ആശ്രയിച്ചു. രാജാവ് നിർത്തൂ, ഇതും മഹാഭാരതത്തിലുണ്ടോ എന്ന് ചോദിച്ചു. രാജാവ് വിചാരിച്ചത് എന്താണ്? ഈ ശ്ലോകം അവിടെ ഉണ്ടായിട്ട് രാജാവിനൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് നീലകണ്ഠ ദീക്ഷിതരെ അത് ചൊല്ലാത്തതാണ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു, അല്ല, കൂട്ടി വായിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് കൂട്ടിവായന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 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 എന്താണ് സരസതയും മേൽപ്പത്തൂരിലുണ്ട്. വലിയ ഒരു പണ്ഡിതനിൽ, അതുപോലെ തന്നെ ആത്മവിദ്യ കൊണ്ട് സമുദ്ഭാസിത അന്തരംഗനായ ഇത്രയും വലിയൊരു പണ്ഡിതനിൽ നർമ്മബോധവും കൂടെ വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ സ്വർണത്തിന് സുഗന്ധം വന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഹൃദ്യത ഈ നാരായണീയത്തിന് മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സാഹിത്യവിദ്യ ഭക്തർ മാത്രമല്ല, സാഹിത്യ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതുപോലെ വ്യാകരണം പഠിക്കുന്നു എല്ലാവർക്കും വേണ്ട നിരവധി അറിവുകൾ നൽകാൻ ഈ നാരായണീയം ശക്തമാണ് എന്ന് ഒരു മുഖവുര മാത്രം പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ശ്ലോകത്തിലേക്ക് കടന്നു നോക്കാം. എന്താണ് ഇവിടെ? ശൂർപ്പണഖയുടെ വരവിനെ കുറിച്ചാണ്, ആ സന്ദർഭമാണ് പറയുന്നത്. ഇങ്ങനെയാണ് ചൊല്ലുന്നത് ആ ശ്ലോകം. നാരായണീയത്തിലെ എന്താണ് 34-ാമത്തെ ദശകത്തില് 8-ാമത്തെ ശ്ലോകമാണ്. ഇങ്ങനെയാണ്: പ്രാപ്തായാഹ ശൂർപ്പനഖ്യാഹ മദന ചലധൃതേഹേ അർത്ഥനൈർ നിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർമൂലനാസാം
ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം കരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഹി ആശരാനപ്യയുത സമധികാം തക്ഷണാദക്ഷദോഷ്മാ. എന്താണ് പറയുന്നത്? പ്രാപ്തായാഹ ശൂർപ്പനഖ്യാഹ. ശൂർപ്പനഖി, ശൂർപ്പണഖ എന്നല്ല പറഞ്ഞത്, ശൂർപ്പനഖി എന്നാണ് പറഞ്ഞത്. അപ്പൊ ശൂർപ്പനഖി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃത വ്യാകരണം അങ്ങോട്ട്, സംസ്കൃത വ്യാകരണത്തിന്റെ 3 സവിശേഷതകൾ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ശ്ലോകം ഉദ്ദേശിച്ചാണ് ഞാൻ ഇതിനെ എടുത്തത്. അപ്പൊ ഇതിൽ എന്താണ്? ഒന്നാമത് തന്നെ ശൂർപ്പനഖി, നമ്മളെപ്പോഴും ശൂർപ്പണഖ എന്നാണ് കേൾക്കുന്നത്. 2 സവിശേഷതകൾ അതിലുണ്ട്. ഒന്ന് ശൂർപ്പനഖി എന്നാണ്, ശൂർപ്പണഖി എന്നല്ല. ഒന്ന് നത്വം വന്നിട്ടില്ല അവിടെ, അല്ലെ? നത്വം വരാതെ വരുന്നത് എങ്ങനെയാണ്? സാധാരണ ഇതിലെ രഷാഭ്യാം എന്നോണ സമാനപതി, രേഖ ഷകാരങ്ങളിൽ നിന്ന് പരമായിട്ടുള്ള നകാരത്തിന് നത്വം വരും. ഒറ്റ പദത്തിലാവണം, അത് സമാന പദേ എന്നാണ്. പദം വ്യത്യസ്തമാണെങ്കിൽ അങ്ങനെ അല്ലാതെയൊക്കെ വരും. ഇപ്പൊ രാമനാമ എന്നൊക്കെ പറയുന്നിടത്ത് നത്വമില്ല, രാമനാമ എന്നല്ല, രാമനാമ എന്നാണ് വരുന്നത്. അതുപോലെയുള്ള പദങ്ങൾ വരും. ഇവിടെ അങ്ങനെയല്ല, ശൂർപ്പണഖ എന്നുള്ളതാണ്. അപ്പൊ ശൂർപ്പനഖ്യാഹ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഒന്ന് നഖി എന്ന് വരികയാണ്. അപ്പോ ഇവിടെ എന്താണ് എന്ന് ചോദിച്ചാൽ, നഖമുഖാഭ്യാം സംജ്ഞായാം, നഖശബ്ദം മുഖശബ്ദം ഇത് രണ്ടും സംജ്ഞയിൽ വരുമ്പോ പേരായിട്ട് വരികയാണെങ്കിൽ അവിടെ എന്തുണ്ട്? നീഷ് വരില്ല എന്നാണ്. ഈ എന്നുള്ളത് വരില്ല. സ്ത്രീലിംഗമാക്കാനായിട്ട് ഏതാണ് ഉപയോഗിക്കുക? ഒന്നുകിൽ ആ എന്ന പ്രത്യയം, ടാപ്പ്, ഡാപ്പ്, ചാപ്പ് എന്ന് പറയുന്ന 3 പ്രത്യയങ്ങളാണ്. നീഷ്, നീന് എന്ന് തുടങ്ങിയിട്ട് എന്താണ് 3 പ്രത്യയങ്ങൾ ഈ എന്ന് അവസാനിക്കുന്നുണ്ട്. പിന്നെ ഊങ് എന്ന് പറയുന്ന ഊകാരാന്തമായ, ഊകാരത്തിൽ അവസാനിക്കുന്ന പ്രത്യയവും ഉണ്ട്. ഇവിടെ ഈ ചേർത്തിരിക്കുന്നു. അപ്പൊ ഈ വന്നു കഴിഞ്ഞാൽ എന്താണ്? പേരാണെങ്കിൽ അതിൽ എന്ത് വരില്ല? ഈ എന്ന് വരില്ല, നഖി എന്ന് വരില്ല. അപ്പൊ തന്നെ എന്ത് മനസ്സിലാക്കണം നമ്മളത്? ശൂർപ്പനഖി എന്ന് പറഞ്ഞത് ഒരു പേരല്ല, പിന്നെ എന്താണ്? അപ്പൊ ശൂർപ്പം പോലെ നഖമുള്ളവൾ എന്നാണ് അതിന്റെ അർത്ഥം. ശൂർപ്പം, മുറം, ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം, മുറം പോലെ ആ നഖങ്ങളോടുകൂടിയ ആ സ്ത്രീ വന്നു എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ നത്വം, അവിടെ എന്തുകൊണ്ട് നഖി എന്ന് വന്നില്ല? പൂർവപദ, അവിടെ ആ നത്വ നിഷേധം പൂർവ പദാത് സംജ്ഞായാം അഗഹ എന്നാണ്. അപ്പോ പേരിൽ മാത്രമേ എന്തു വരുള്ളൂ? നത്വം വരുള്ളൂ. അപ്പൊ എന്തല്ല? ഇത് പേരല്ല എന്നർത്ഥം. അപ്പോ എന്തായി ശരിക്ക്? അവിടെ ശൂർപ്പം പോലെ നഖമുള്ളവൾ വന്നു എന്നാണ് അതിന് അർത്ഥം. എന്നിട്ട് അവളെ എന്ത് ചെയ്തു? താം സൗമിത്രവും വിസൃജ്യ, അവളെ വിട്ടുകളഞ്ഞു. എന്താണ്? നിസ്സഹാത്മാ, അവളുടെ ആ ഭാവം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതിനെ സഹിക്കാൻ പറ്റാത്തവനായിട്ട് എന്നാണ് അർത്ഥം. നിസ്സഹാത്മാ, അവളെ സഹിക്കാൻ പറ്റാത്തവൻ. കാരണം ഒരു സ്ത്രീ ഒരു പുരുഷനെ സമീപിക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെ അതിൽ അവളെ സ്വീകരിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ തന്നെ ഒഴിവാക്കാം, അല്ലെ? ഇപ്പൊ പലരോടും എന്തുണ്ടാവും? പല പുരുഷന്മാരും പല സ്ത്രീകളോടും ഒരു പക്ഷെ വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാവും, തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവും. പല സ്ത്രീകളും പുരുഷന്മാരോടും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, അല്ലെ? ഇന്നിപ്പോ അത് സാധാരണമാണ്. പക്ഷെ അതിനെ തിരസ്കരിക്കുന്നുണ്ടാകും. ആ തിരസ്കാരം എന്തല്ല? അസഹിഷ്ണുതയോട് കൂടിയിട്ടല്ല. ഒരു സ്ത്രീയാണെങ്കിൽ സ്ത്രീ എന്നുള്ള ബഹുമാന അതിരേകത്തോട് കൂടിയിട്ട്. സ്ത്രീ പുരുഷന്മാര് ഇന്ന് നടക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണ്? പലപ്പോഴും എന്താണ്? ഭവന്തി സാമ്യേപി നിവിഷ്ടചേതസാം, എന്താണ്? ബഹുമാന അതിരേകം ആണ് വേണ്ടത്. ഭവന്തി സാമ്യേപി നിവിഷ്ടചേതസാം വപുർവിശേഷേഷു അതിഗൗരവ ക്രിയാഹ എന്നാണ് കാളിദാസൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം? പലർക്കും പല സ്ഥാനമാനങ്ങളുണ്ട്, പല സ്ഥിതികളുണ്ട്. നമുക്കറിയാം, ഒരാൾ തഹസിൽദാരായിരിക്കാം, ഒരാൾ കളക്ടറായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ.
അല്ലെങ്കിൽ ഒരേപോലെയുള്ള ആളുകൾ. അങ്ങനെ വരുമ്പോൾ രണ്ടുപേർ തമ്മിൽ പെരുമാറുമ്പോൾ എങ്ങനെ വേണം? ഭവന്തി സാമ്യേ അപി, അവർക്ക് സാമ്യമുണ്ടെങ്കിലും, അല്ലേ? ഇപ്പൊ രണ്ടുപേരും പോലീസ് ഓഫീസർമാരാണ്, 2 IPSകാരാണ്. രണ്ടുപേരും ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമാണ്. ഭവന്തി സാമ്യേ സാമ്യേ അപി, എന്തായിരിക്കണം? നിവിഷ്ടചേതസാം, നിവിഷ്ടമായ ധർമ്മത്തിൽ നിവേശിക്കപ്പെട്ട ചേതസ്സുള്ള ആളുകൾക്ക് വപുർവിശേഷേഷു അതിഗൗരവാഹ ക്രിയ, വപുസിന്റെ വിശേഷമുള്ളവരിൽ ഗൗരവ അതിരേകത്തോടു കൂടിയതാണ് ക്രിയകൾ, പ്രവൃത്തികൾ. അപ്പോ 2 IPS ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാധാരണ ഉള്ള രണ്ട് അധ്യാപകർ ആരുമായിക്കൊള്ളട്ടെ, റാങ്കിൽ രണ്ടുപേരും ഒപ്പമാണെങ്കിലും വപുസിന്റെ വിശേഷമുള്ളവരിൽ അതിഗൗരവമായിരിക്കണം ക്രിയകൾ. വപുസ് ശരീരത്തിന്റെ വിശേഷം എന്നാണ്. ശരീരത്തിന്റെ വിശേഷം പ്രകൃതിയുടെ വിശേഷം. നമ്മൾ പറയുന്ന ജെൻഡർ എന്ന പദത്തിന് സംസ്കൃതത്തിൽ ലിംഗം എന്നതിനേക്കാൾ കൂടുതൽ യുക്തിസഹമായ പ്രയോഗം പ്രകൃതി എന്നാണ്. പുരുഷ പ്രകൃതിയായ ശരീരം, സ്ത്രീ പ്രകൃതിയായ ശരീരം, ഭിന്ന പ്രകൃതിയായ ശരീരം, രണ്ടിൽ നിന്നും ഭിന്നമായ പ്രകൃതിയോടുകൂടിയ ശരീരം. വപുസിന്റെ വിശേഷമുണ്ടെങ്കിൽ, പ്രകൃതി വിശേഷമുണ്ടെങ്കിൽ, ഒരാൾ പുരുഷ പ്രകൃതി, ഒരാൾ സ്ത്രീ പ്രകൃതി, രണ്ടുപേരും ആരാണ്? റാങ്കിൽ രണ്ടുപേരും തുല്യർ. എങ്ങനെ അവർ പെരുമാറണമെന്നാണ്. വപുസിന്റെ വിശേഷമുള്ളവർ അതിഗൗരവമായിരിക്കണം ക്രിയകൾ. അതായത് ഒരു ഓഫീസർ, ഒരു പുരുഷനായ ആൾ, തന്നെ പോലെ റാങ്കുള്ള പുരുഷനായ ഒരാളോട് പെരുമാറുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയായിരിക്കണം? വിനയത്തോടുകൂടി സ്ത്രീയോട് പെരുമാറണം. സ്ത്രീയാണെങ്കിൽ പുരുഷനോടും അതുപോലെ തന്നെ ഒരു സ്ത്രീയോട് പെരുമാറുന്നതിനേക്കാൾ കൂടുതൽ ആദരവോടുകൂടി, ആദരവാതിരേക്കത്തോടു കൂടി വേണം അവിടെ പെരുമാറാനായിട്ട്. ഇവർ രണ്ടു കൂട്ടരും ഒരു ഭിന്ന പ്രകൃതിയായ ആളോട് പെരുമാറുമ്പോൾ എങ്ങനെയായിരിക്കണം? കൂടുതൽ ഗൗരവത്തോടു കൂടിയിട്ട്, ബഹുമാനാതിരേകത്തോടു കൂടി പെരുമാറണം, അല്ലേ? ഇന്ന് ഇങ്ങനെയുള്ളതായ ഈ പ്രകൃതി സ്പർദ്ധ, ലിംഗസ്പർദ്ധ എന്നുള്ള പദമല്ല ഞാൻ പ്രയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ അതിനെ ലിംഗം എന്നതിനേക്കാൾ, ലിംഗം നമുക്ക് ഭാഷ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന പദമാണ്, അല്ലെ? ഫെമിനിൻ ജെൻഡർ, മാസ്കുലിൻ ജെൻഡർ, പുല്ലിംഗം, സ്ത്രീലിംഗം, നംസലിംഗം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ വ്യവഹാരത്തിൽ അത് പ്രകൃതിയാണ്. അത് സനാതന ധർമ്മത്തിലെ അത്യന്തം വിശിഷ്ടമായിട്ടുള്ള ഒരു തത്വമാണ്. ആത്മാവ് ഒന്ന് തന്നെയാണ് എല്ലാവരുടെയും. ആത്മാംശത്തിൽ വ്യത്യാസമില്ല. എവിടെയാണ് വ്യത്യാസമുള്ളത്? പ്രകൃതിയിൽ മാത്രം, ശരീരത്തിന്റെ പ്രകൃതിയിൽ മാത്രം, പുരുഷ പ്രകൃതിയും സ്ത്രീ പ്രകൃതിയും. അപ്പൊ പൊതുവിൽ അവിടെ എങ്ങനെയായിരിക്കണം? ഇപ്പൊ ശ്രീരാമൻ ഇവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ശൂർപ്പണഖയോട് പെരുമാറേണ്ടത് വളരെ ബഹുമാനത്തോടു കൂടിയാണ്. പക്ഷേ ഇവിടെ ശൂർപ്പണഖയല്ല, ശൂർപ്പനഖിയാണ്. ശൂർപ്പം പോലെ നഖങ്ങളോട് കൂടിയവളാണ് എന്ന് പറഞ്ഞാൽ അവളിൽ ഒരു ആക്രമണ പ്രവണത. നഖം, പല്ലും നഖവും എന്തിന്റെ പ്രതീകമാണ്? ആക്രമണത്തിന്റെ പ്രതീകമാണ്. അപ്പോ ആ ആക്രമണ ഉന്മുഖയാണ് അവൾ എന്നുള്ള സൂചന ഈ ഒരൊറ്റ പദപ്രയോഗത്തിലൂടെ നൽപത്തൂർ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഓരോ പദം പ്രയോഗിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പറയണ്ടായി, ഓരോ പദവും എന്താണ്? ഓരോ ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ് ആണ്, ഇംപ്രഗ്നേറ്റഡ് ആണ്, ഗർഭിതാർത്ഥങ്ങളായ പദങ്ങളാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ അതിലൂടെ തന്നെ അവളിലുള്ളതായ ആ രാക്ഷസീയ ഭാവത്തെ ശ്രീരാമചന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനെ സോഡും അശക്നുവൻ, അതിനെ സഹിക്കാൻ കഴിയാത്തവനായിട്ട്, അതാണ് നിസ്സഹാത്മാ, അതിനെ സഹിക്കാൻ കഴിയാത്തവനായി താം സൗമിത്രൗ വിസൃജ്യ, അവളെ സൗമിത്രിയിൽ വിട്ടുകളഞ്ഞു, സൗമിത്രിയിലേക്ക് വിട്ടു. അപ്പൊ ഇവിടെയും പലപ്പോഴും എന്താണ്? ശ്രീരാമചന്ദ്രനെ വിമർശിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ് പലരും അതിനെ പറയാറ്, അല്ലേ? തനിക്ക് വേണ്ടെങ്കിൽ അവൾ അപകടകാരിണിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അവളെ അനുജന്റെ അടുത്തേക്ക് വിടുകയാണോ ചെയ്യേണ്ടത്, അല്ലേ? അതൊരു എന്താണ്? ശ്രീരാമചന്ദ്രന്റെ സ്വഭാവത്തിന്റെ ഒരു മോശമായ വശമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതെന്താണ്? വലിയ ധാർമ്മികതയിൽ അത് അധിഷ്ഠിതമാണ്. ഒരു സ്ത്രീ, ശരി,
അങ്ങനെ ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ ശ്രീരാമചന്ദ്രന് നിർവാഹമില്ല. കാരണം എന്താണ് നമുക്ക് അറിയാം. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പല വേദിയിലും അത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ അപകടം? എന്താണ്? ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ സ്വീകരിച്ചത് വീര്യശുൽക്കയായിട്ടാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വീര്യശുൽക്കയായിട്ടാണ് സ്വീകരിച്ചത്. ശുൽക്കം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ സമയത്ത് വരൻ അഥവാ വരന്റെ വീട്ടുകാർ വധുവിന് നൽകുന്നതാണ്. വധുവിന്റെ അച്ഛനാണത് നൽകുക. വധുവിന്റെ അച്ഛന് അത് നൽകുന്നു. അങ്ങനെ വധുവിന്റെ അച്ഛന് നൽകിയാൽ അച്ഛൻ എന്ത് ചെയ്യും? അത് നേരെ ആർക്ക് കൊടുക്കും? ഈ വധുവിന് കൊടുക്കും. ഇനി വല്ല ദരിദ്ര ഇല്ലങ്ങളാണെങ്കിൽ അതിൽ നിന്ന് വിവാഹത്തിന്റെ ചെലവിന് വേണ്ട പണം എടുക്കാം. ഇതാണ് അതിന്റെ വ്യവസ്ഥ. വിവാഹത്തിന് വലിയ ചെലവൊന്നുമില്ല. ഇന്നത്തെ പോലെ നമ്മുടെ എന്തല്ല സുവോളജി പുസ്തകം നോക്കിയിട്ടുള്ള സദ്യയൊന്നും വിവാഹത്തിന് ഇല്ല. സുവോളജി പുസ്തകം നോക്കിയിട്ടാണ് നിന്ന് നിശ്ചയിക്കുന്നത്, ഒരു മൃഗവും വിട്ടു പോകാതെ. അപ്പോ അങ്ങനെയുള്ള ചെലവൊന്നും വിവാഹത്തിനില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ലാജഹോമമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലേ? അരിയമാണെന്ന് ദേവം ഒരു കൊമ്പുമറത്തിൽ മലരെടുത്ത് അഗ്നിയിൽ ഹോമിക്കുക. ഈ പെൺകുട്ടിക്ക് പിതാവിന്റെ ഗ്രഹവുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രതീകാത്മകമായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഈ മലര് എന്തായിത്തീരുന്നു? മലര് ഭസ്മമാകുന്നതോടെ ഈ പെൺകുട്ടിക്ക് അച്ഛന്റെ വീടുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലായി. അവൾ പിന്നെ പൂർണ്ണമായിട്ടും എവിടത്തെയാണ്? വരന്റെ കുടുംബത്തിലെയാണ് അവൾ. വരന്റെ കുടുംബത്തിൽ വരന് ഉള്ളതിനേക്കാൾ കൂടുതൽ അധികാരത്തോടെ അവിടെ രാജ്ഞിയായിട്ട്, അവിടെ അവൾ ചക്രവർത്തിനിയായിട്ട് സംരാജ്ഞി ശുശ്രൂഷാം ഭവ, സംരാജ്ഞി ശുശ്രേ ഭവ, നാനാന്തരി സംരാജ്ഞി ഭവ, സംരാജ്ഞി അതിദേവൃഷു വിവാഹ മന്ത്രങ്ങളിൽ പറയുകയാണ്. അപ്പോ അവിടെയാണ്. അപ്പൊ ആ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. അവിടെ ഒരു പുലയുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ഈ പെൺകുട്ടിക്ക് പുലയില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് ആ കുടുംബവുമായിട്ട് ഉള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, നീ നിന്റെ പിതൃഗൃഹത്തെയും ബന്ധുജനങ്ങളെയും മറന്നു കളയുക. അതെന്താണ്? അത് അവിടുത്തെ ലാജഹോമമാണ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ചെലവ്, ദരിദ്ര കുടുംബമാണെങ്കിൽ ആ ചെലവ് മാത്രം അതിനെടുക്കാം. പിന്നെന്താണ്? സദ്യയൊന്നുമില്ല വിവാഹത്തിന്. സുമംഗലീരിയം വധൂഹു ഇമാം സമേത പശ്യത സൗഭാഗ്യമസ്യൈതത്വ യഥാസ്തം വിപരേതന. ഈ പെൺകുട്ടി ഇപ്പോൾ സുമംഗലിയായിരിക്കുന്നു, എല്ലാവരും വന്ന് ഇവളെ കണ്ടുകൊള്ളുക, ഇവൾക്ക് സൗഭാഗ്യം ആശംസിച്ച് എല്ലാവരും വന്നതുപോലെ തിരിച്ചു പോവുക. ഇതാണ് വിവാഹത്തിന്റെ ചടങ്ങ്. അതല്ലാതെ അത് കഴിയുമ്പോഴേക്കും അവിടെ ഹാളിന്റെ വാതിൽ തുറക്കുമ്പോഴേക്കും എല്ലാവരും ഇടിച്ചു കയറി ഒരു സദ്യയൊന്നും വിവാഹത്തിന്റെ വിവാഹം ഒരു സംസ്കാരമാണ്. അപ്പോ അങ്ങനെ ഒരു ചെലവൊന്നും വരുന്നില്ല. ബാക്കി ആർക്ക് കൊടുക്കണം? ഈ പെൺകുട്ടിക്ക് കൊടുക്കണം എന്നാണ്. അപ്പോ ഈ വീര്യശുൽക്കം, രാമന്റെ വീര്യം എന്ന ആ ശുൽക്കം ആണ് സീതയെ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതയായി വന്നത്. ഈ ശുൽക്കം പെൺകുട്ടിക്ക് നൽകപ്പെട്ടാൽ അതിനെ എടുത്തു മാറ്റാൻ ഒരാൾക്കും യാതൊരു അവകാശവും ഇല്ല. അല്ലേ? രാമായണത്തെ പറ്റി നമ്മൾ വേറെയും ഭാഗം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഭരതനെ ചക്രവർത്തിയാക്കണം എന്ന് പറഞ്ഞ ആ പിടിവാശി, അതൊരു പിടിവാശിയായിരുന്നില്ല, അതൊരു ധാർമ്മികമായിട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു, അചഞ്ചലമായ വ്യവസ്ഥയായിരുന്നു അത്. അതുപോലെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രന്റെ വീര്യം എന്ത് ചെയ്യാൻ പാടില്ല? അത് മറ്റൊരു സ്ത്രീക്ക് ഒരിക്കലും നൽകാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഒരു വീര്യം കാട്ടിയല്ല ലക്ഷ്മണൻ ഊർമിളയെ സ്വീകരിച്ചത്. ശ്രീരാമനാണ് ഈ വീര്യം അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോ എന്ത് ചെയ്തു? ജനക മഹാരാജാവ് തന്റെ ഔരസപുത്രിയായ ഊർമിളയെയും കൊടുത്തു. ജനക മഹാരാജാവിന്റെ ഔരസപുത്രി വാസ്തവത്തിൽ ഊർമിളയാണ്. ആ ഊർമിളയെയും ലക്ഷ്മണൻ കൊടുത്തു. പക്ഷെ ലക്ഷ്മണൻ അവിടെ അപ്രകാരം ഒരു വീര്യ പ്രകടനം നടത്തിയിട്ടില്ല. അതുകൊണ്ടാകാം രാമൻ എന്ത് ചെയ്തത്? ശരി, എനിക്ക് അങ്ങനെ സ്വീകരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് എൻ്റെ അനുജന്റെ അടുത്തേക്ക് പോകുള്ളൂ. ഭാര്യ അടുത്തുള്ളത് കൊണ്ടല്ല എന്ന് നമ്മൾ ഓർക്കണം. പലരും പറയാറ് സീത എന്റെ അടുത്തുള്ളത് കൊണ്ട് എന്നാണ്. ലക്ഷ്മണന്റെ അടുത്ത് ഊർമിള ഇല്ലല്ലോ എന്നാണ് പലരും വ്യാഖ്യാനിക്കാറ്. പക്ഷെ അതല്ല അതിന്റെ രഹസ്യം. അവിടെ ശുൽക്കമാണ് ഇത് എന്നുള്ളതാണ്. അതിനെ മാറ്റം വരുത്താൻ ഒരാൾക്കും അവകാശമില്ല. അതുകൊണ്ടാണ് കൈകേയി താൻ വിധവയായാലും വേണ്ടില്ല,
ദശരഥ മഹാരാജാവിനെ തന്റെ ഇംഗിതം പോലെ ചെയ്യാൻ നിവൃത്തിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്ന് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ അവിടെ 2 വ്യാകരണ നിയമങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? വ്യാകരണ നിയമങ്ങൾ കൊണ്ട് അവളിലെ രാക്ഷസീയ ഭാവം അഭിവ്യഞ്ജിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിനും പുറമെ അങ്ങനെ അവളെ എന്താക്കി തീർത്തു? അവളെ കർണനാസേത, വാൽമീകി രാമായണം പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർണനാസേ ചിച്ഛേദ, കർണവും അതായത് ചെവിയും മൂക്കും. എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത് മൂക്കും ഉലയം വിച്ഛേദിച്ചു എന്നാണ്. അത് പ്രാസഭംഗി നോക്കി പറഞ്ഞതാണ്. വാൽമീകി ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ദർശനം എന്താണ്? അവിടെ സ്ത്രീയുടെ സ്തനം സ്പർശിക്കുവാൻ ചക്രവർത്തിക്ക് അധികാരമില്ല. സ്ത്രീത്വത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ചക്രവർത്തിക്ക് അധികാരമില്ല. സ്ത്രീയുടെ സ്വത്വം എന്ന് പറയുന്നത് എന്താണ്? സ്തനകേശവതി നാരി, സ്തനവും കേശവും അത് സ്ത്രീയുടെ സ്വത്വമാണ്. അത് സ്പർശിക്കാൻ രാജാവിന് അധികാരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? അവിടെ എന്ത് ചെയ്ത കുറ്റം എന്തുമായിക്കൊള്ളട്ടെ, അവളുടെ സ്ഥാനം സ്പർശിക്കാൻ പാടില്ല, കേശവും സ്പർശിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒന്നും വരാതെ എന്ത് ചെയ്തു? കർണനാസേ ചിച്ഛേദ, കർണവും നാസികയും ഛേദിച്ചു. കേശത്തിലേക്ക് പിന്നെ കുറച്ച് ദൂരമുണ്ട്, അവിടെ അതിലേക്ക് സ്പർശിക്കാൻ പോയിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ആ ദർശനത്തിൽ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ അവളെ ലൂനനാസയായി കണ്ടിട്ട് ഖരന്മാരും തൃശിരസും ഒക്കെ അവിടെ വരികയുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? ദൂഷണം ച ത്രിമൂർധം, വീണ്ടും വ്യാകരണ പാണ്ഡിത്യം അങ്ങോട്ട് എന്താണ്? അവിടെ അങ്ങോട്ട് പ്രവഹിക്കുകയാണ് വീണ്ടും. ത്രിമൂർധം, മൂർധൻ ശബ്ദം നകാരാന്തമാണ്. ത്രിമൂർധാനം എന്നാണ് പറയേണ്ടത്, ത്രിമൂർധാവിനെ എന്നുള്ളതിനെ. പക്ഷെ ത്രിമൂർധം എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണത്? എന്ത് നിയമം വെച്ച് ത്രിമൂർധം എന്ന് പറഞ്ഞു, ത്രിമൂർധാനം എന്ന് പറയാതെ? എന്നാണെങ്കിൽ ദ്വിത്രിഭ്യാം ഷ മൂർധനഃ എന്നൊരു നിയമമുണ്ട്. ദ്വിശബ്ദത്തിൽ നിന്നും ത്രിശബ്ദത്തിൽ നിന്നും പരമായി വരുന്ന മൂർധ ശബ്ദൻ ശബ്ദത്തിന് ഷ എന്ന പ്രത്യയം അന്താദേശമായി വന്നു. ഷ എന്നതിൽ ആ എന്ന് മാത്രമേ ഉള്ളൂ. മൂർധൻ എന്നുള്ളതിൽ നഗാരത്തിന്റെ സ്ഥാനത്ത് ആ വന്നിട്ട് എന്തായിത്തീരുന്നു? മൂർധ എന്നായിട്ട് മാറുകയാണ്. അപ്പോ അങ്ങനെയാണ് എന്ത് ചെയ്തത്? അവിടെ ത്രിമൂർധം എന്ന് പ്രയോഗിച്ചത്. അപ്പൊ നോക്കൂ, വ്യാകരണത്തിൽ എത്ര പണ്ഡിതനാണ് അദ്ദേഹം. സംക്ഷേപിച്ച് പറയുന്നതിൽ അദ്ദേഹം എത്രമാത്രം കൃതഹസ്തനാണ്, എത്രമാത്രം പ്രാവീണ്യമുള്ളവനാണ് എന്നതെല്ലാം ഇതിലൂടെ സ്പഷ്ടമാവുന്നുണ്ട്. നാരായണീയത്തിലൂടെ നമ്മൾ അങ്ങ് പോകുമ്പോൾ പല ഭാഗത്തും നമ്മൾ വളരെയേറെ അത്ഭുത പരതന്ത്രരായി പോകും. ആ വിധത്തിലാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ ഈ ശൂർപ്പനഖി എന്ന് പറഞ്ഞ് അവളിലുള്ള ആ രാക്ഷസീയ ഭാവത്തെയും കൂടി അദ്ദേഹം അവിടെ വ്യഞ്ജന വ്യാപാരത്തിലൂടെ നമ്മുടെ മനസ്സിൽ എത്തിക്കുകയാണ്, അഭിവ്യഞ്ജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് പറയണ്ടേ? ദശകം ഇപ്പൊ നമുക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ കാളിയമർദ്ദനം. അപ്പൊ കാളിയമർദ്ദനത്തിലെ 55ഉം 56ഉം ദശകങ്ങളിലായിട്ട് കാളിയമർദ്ദനം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ 55ാം ദശകം തോടകവൃത്തത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. തോടകവൃത്തം നമുക്കറിയാം എന്താണ്. തോടകവൃത്തത്തിന്റെ ലക്ഷണം സഗണം അല്ലെ? 4 സഗണങ്ങളോട് കൂടിയ പാദങ്ങളാണ്. അപ്പൊ 12 അക്ഷരമുള്ള പാദങ്ങൾ 4 എണ്ണം. അത് എല്ലാം എന്താണ്? അത് സഗണമാണ്. സഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യഗുരുവാണ്. അപ്പൊ ഓരോ ഗണവും എടുത്താൽ ആദ്യത്തെ 2 എണ്ണം ലഘു, 3ാമത്തേത് ഗുരു അല്ലെ? അതാണ് തോടക ലക്ഷണത്തിൽ ലക്ഷം പറഞ്ഞിരിക്കുന്നത്. സഗണം സഗണം സഗ ലഘു ണം ഗുരു കില നാ ഗുരു സഗണം കില നാലിഹ തോടകമാം സഗണം കില നാലിഹ തോടകമാം. ആ തോടകവൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. അഥവാരിണി ഘോരതരം പണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിതീരഗനീപതരും വൃഷമാരുത ശോഷിത പർണചയം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വൃത്തമാണ് അല്ലെ? കേൾക്കാനും പ്രത്യേകിച്ച് പ്രഭാതങ്ങളിലൊക്കെ ഇതിങ്ങനെ കേൾക്കാൻ വളരെയേറെ ഇമ്പമുണ്ട്, കാതിനും ഇമ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ വളരെ
എന്താണ് പാവനമായിട്ടുള്ള ഒരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വൃത്തത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോ അവിടെ കാളിയ മർദ്ദനം, കാളി എന്ന് പറയുമ്പോൾ അത് നല്ല ഇക്കോളജിയാണ് അല്ലെ. എന്താണ് ശരിക്ക് ഈ നദീജലത്തിൽ എന്താണ് വിഷം കലർത്തുക. നദീജലത്തിൽ വിഷം കലർത്തിയാൽ എന്താണ് അവിടെ എന്താണ് നദിയിലെ ജലം കുടിച്ചിട്ട് ഗോപങ്ക്തി ഉപേതമോഹം, ഗോപാലന്മാരുടെയും ഗോക്കളുടെയും പങ്ക്തി എന്തായി തീർന്നു, മോഹാലസ്യപ്പെട്ട് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമയത്ത് നദീജലത്തെ മലിനമാക്കുന്ന ആ കാളിയന്മാരെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നും നമുക്ക് അറിയാം, ഇതൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി അല്ലെ, കൃഷ്ണന്റെ ഭഗവാന്റെ പാദത്തിൽ നിന്ന് മാറുമ്പോഴേക്കും എന്താകുന്നു, നദി മലിനയായി തീരുന്നു എന്നുള്ളത്. ആ മാലിന്യം ആര് നദിയിൽ കലർത്തുന്നുവെങ്കിലും ഇവരാരാണ്? യഥാർത്ഥത്തിൽ അവര് കാളിയന്മാരാണ്. അപ്പോ വാരി ഘോരതരം ഫണിനം, ഏറ്റവും ഘോരനായിട്ടുള്ള ഫണി നാഗമാണെന്ന് അറിയാമല്ലോ. ഘോരതരഹ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് പ്രയോഗം. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് പ്രയോഗമെങ്കിലും അത് എന്തിന്റെ അർത്ഥത്തിലാണ്? സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തിലാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ അർത്ഥത്തില് സൂപ്പർലേറ്റീവിന്റെ അർത്ഥത്തില് കമ്പാരിറ്റീവ് പ്രയോഗിക്കുക നമ്മുടെ പതിവാണ്. പലയിടത്തും നമ്മൾ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ പ്രേയസി എന്ന് നമ്മൾ പറയുന്ന വാക്ക്, പ്രേയസി എന്നുള്ള പദം കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. പ്രേഷ്ഠ എന്നുള്ളതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ES തരം എന്ന അർത്ഥത്തിലാണ്. പ്രിയം, പ്രിയതരം, പ്രിയതമ. തരത്തിന്റെയും തമത്തിന്റെയും അർത്ഥത്തിലാണ് ES പ്രത്യയവും ഇഷ്ടനും പ്രത്യയവും. അപ്പൊ പ്രിയം, പ്രിയതരം അതാണ് പ്രേയസ്, പ്രിയതമം പ്രേഷ്ഠം. അപ്പൊ പ്രേയസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടുതൽ പ്രിയപ്പെട്ടവളെന്നാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് പദം. പക്ഷെ അത് കേൾക്കുമ്പോൾ ആരെങ്കിലും വിചാരിക്കേണ്ട ഇനിയിപ്പോ ഇദ്ദേഹത്തിന് പ്രേഷ്ഠയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് അന്വേഷിക്കാനൊന്നും പോകണ്ട. കാരണം എന്താണ്? മറ്റുള്ള എല്ലാവരെയും കാൾ പ്രിയതര എന്ന അർത്ഥത്തിലാണ് പ്രേയസ്, അതിന് സ്ത്രീലിംഗ പ്രത്യയം വെച്ചിട്ട് പ്രേയസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഘോരതരഹ എന്ന് പറഞ്ഞ അർത്ഥം മറ്റെല്ലാറ്റിനെയും കാൾ ഘോരമായിട്ടുള്ള, ഘോരതമനായിട്ടുള്ള ആ ഫണിയെ പ്രതിവാരണം ചെയ്യുന്നതിനായി, തടയുന്നതിനായി കൃതധീഹി ബുദ്ധിയിൽ നിശ്ചയിച്ചുറച്ചവനായ അങ്ങുന്ന് ധൃതം ആരിധ തീരക നീപതരും, തീരത്തുള്ളതായ ദീപവൃക്ഷത്തിന്റെ മുകളിൽ അവിടുന്ന് കയറി. എങ്ങനെയുള്ളതാണ് ആ തീരവൃക്ഷം? വിഷമാരുത ശോഷിത പർണചയം, വിഷക്കാറ്റേറ്റ് ശോഷിച്ചു പോയ പർണങ്ങളോടുകൂടിയ, ഇലകളോടുകൂടിയ ആ വൃക്ഷത്തിന്റെ മുകളിൽ അങ്ങ് കയറുകയുണ്ടായി. അതിരുഹ്യ പദാംബുരുഹേണ ചതം നവപല്ലവതുല്യ മനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം ന്യപത പരിഘൂർണിത ഘോര തരംഗഗണേ. അതിലങ്ങ് കയറിട്ട് എന്ത് ചെയ്തു? ദൂരതരം ന്യപത, ദൂരതരമായി വളരെ ദൂരെയായിട്ട് ആ നദിയിലേക്ക് വെറുതെ അവിടെ താഴെ അങ്ങോട്ട് ചാടുകയല്ല ഉണ്ടായത്. എന്താണ്? ദൂരത്തേക്ക് അതിൽ നിന്ന് ചാടി, വെറുതെ അങ്ങോട്ട് പൊട്ടി വീഴുന്നത് പോലെ അതിലങ്ങ് ചാടി ദൂരതരം വളരെ ദൂരെയായി ആ നദിയിലേക്ക്, അതിന്റെ മധ്യത്തിലേക്ക് തന്നെ അങ്ങോട്ട് ചാടി വീഴുകയാണ് ചെയ്തത്. അതോടുകൂടി എന്തായി തീരാണ്? പരിഘൂർണിത ഘോര തരംഗഗണേ, ഘോരങ്ങളായ തരംഗഗണങ്ങളെ ഘൂർണിതമാക്കിക്കൊണ്ട് ചൂർണിതമാക്കുകയാണ്. തരംഗങ്ങളെ അങ്ങോട്ട് ഒടിക്കുന്ന വിധത്തിൽ അങ്ങോട്ട് ചാടി വീഴുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം മാറ്റമുണ്ടായത്? ശ്രീകൃഷ്ണൻ നമുക്കറിയാം ഒരു ചെറിയ ആരാണ്? ഒരു ഗോപാല ബാലകനാണ്. പക്ഷേ ആ ഗോപാല ബാലകൻ അത്ര നിസ്സാരനല്ല. ആരാണ്? ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാര വികമ്പി വിജൃംഭിജല പരിമജ്ജയതി സ്മ ധനുശതകം തടിനി ഝടിതി സ്ഫുടഘോഷവതി. ഉടനെ തന്നെ ഭുവനം, 3 ലോകങ്ങളുടെയും ഭാരം വഹിക്കുന്ന ഭഗവാനാണ് ഈ ചാടി വീണത്. അല്ലാതെ അത് എന്തല്ല, വെറും ഒരു ഗോപാല ബാലകനല്ല, 3 ലോകത്തിന്റെയും ഭാരം ആണ് വഹിക്കുന്നത്. അപ്പൊ 3 ലോകത്തിന്റെയും താത്പര്യവുമാണ് ജലം എന്താകാതിരിക്കണം, മലിനമാകാതെ വിഷലിപ്തമാകാതെ ഇരിക്കണം. അതുകൊണ്ട് അതെന്തായി തീർന്നു? അത് ആ തടിനി നദി,
എന്താണ് സ്ഫുടമായ ഘോഷത്തോടു കൂടിയവളായി എന്നാണ്. അവൾക്ക് ആ ഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ തടിനിക്ക് തന്നെ, ആ നദിക്ക് തന്നെ ഒരു അഭിനിവേശമുള്ളത് പോലെ ഈ കർമ്മം എന്താണ്, പാവനമായ ഈ കർമ്മം നടക്കേണ്ടത് തന്നെ നദിയെ പാവനമാക്കുക. പാവനം എന്ന് പറഞ്ഞാൽ എന്താണ്, പരിശുദ്ധമാക്കുന്നത് എന്നാണ് അർത്ഥം. പാവനം, പാവക, പാവകൻ, അഗ്നി. എന്തുകൊണ്ടാണ് അഗ്നിയെ പാവകൻ എന്ന് പറയുന്നത്? പവിത്രീകരിക്കുന്നവൻ ആയതുകൊണ്ട് തന്നെയാണ് പാവനം. പാവന കർമ്മം എന്താ? പാവന കർമ്മം നമ്മുടെ മനസ്സിനെ പവിത്രമാക്കുന്ന കർമ്മമാണ് പാവനമായ കർമ്മം. പാവകം തന്നെയാണ് ആ കർമ്മം. അപ്പൊ എന്തായി തീർന്നു? നദി ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാ ദിക്കുകളിലേക്കും അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത പ്രമിതോദരവാരി നിനാദഭരൈഹി ഉദകാദുദഗാദുരഗാധിപതി തുതുപാന്തമശാന്തരുഷാന്തമനാ. ഉണ്ടോ? അപ്പൊ ദിക്ഷു വിദിക്ഷു, അതിലെ പ്രാസഭംഗി എന്ന് നോക്കണ്ട, എന്തെല്ലാം നോക്കാണ്ട് നമുക്ക് ഇവിടെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല. ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത. ഉണ്ടോ? പ്രാസമാണ്. ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരി നിനാദഭരൈഹി ഉദകാദുരഗാധിപതി. വീണ്ടും പ്രാസം. എന്താണ്? ഉദകാദുരഗാധിപതി. അനുപ്രാസം മാത്രമല്ല, പിന്നെന്താണ്, യമകവും കൂടെ വരുന്നു. അനുപ്രാസത്തിൽ എന്താണ്, അക്ഷരങ്ങളുടെ സാമ്യമാണ്. യമകത്തിലേക്ക് വരുമ്പോ എന്താണ്, സ്വരവ്യഞ്ജന സംഹതേഹി ക്രമേണ തേനൈവ ആവൃത്തി. സ്വരവ്യഞ്ജനവും സ്വരവും. ഉദകാത് ഉദകാത് ഉദകാദുരഗാധിപതി അല്ലെ? ഉദ ഉദ ഉദ. ഉദകം, ഉദകം വെള്ളം. ഉദകാത് ഉദഗാദ്, ഉദഗാദ് ഉത്ത് ഉയർന്ന്, അഗാദ് ഉയർന്നു ഗമിച്ചു, ഉയർന്നു വന്നു. ആരാണ്? ഉരഗാധിപതി. ഉരകങ്ങളുടെ അധിപതിയായ കാളിയൻ ഈ ജലം ഇതുപോലെ ക്ഷുബ്ധമായി തീർന്നപ്പോ ഇതിൽ നിന്ന് ഉടനെ തന്നെ മുകളിലേക്ക് ഉയർന്നു വന്നു. ത്വതുപാന്തമശാന്തരുഷാന്തമനാഹ. ത്വതുപാന്തം അങ്ങയുടെ സമീപത്തേക്ക് വന്നു. ത്വതുപാന്തം അശാന്തരുഷ, ശമിക്കാത്ത രോഷത്തോടെ, അന്ധമായ മനസ്സോട് കൂടിയിട്ട്. രോഷം കൊണ്ടങ്ങോട്ട് മനസ്സ് അന്ധമായി തീരുക അല്ലേ? എന്താണ് രോഷം കൊണ്ട് അന്ധമായി തീരുക എന്ന് പറഞ്ഞാൽ? അന്ധമാവുക, കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിലായി തീരുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആ വിധത്തിൽ ആയിത്തീരാണ് അല്ലെ? പലപ്പോഴും നമുക്ക് എന്തുകൊണ്ട് തിമിരം ബാധിക്കാറുണ്ട് അല്ലെ? തിമിർപ്പ് നമ്മൾ പറയാറുണ്ട്. ആഹ്ലാദ തിമിർപ്പ്, ഇവിടെ രോഷ തിമിർപ്പ്. എന്താണ് ആഹ്ലാദ തിമിർപ്പ് എന്ന് പറഞ്ഞാൽ? ആഹ്ലാദം കൊണ്ട് തിമിരം ബാധിക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. ആഹ്ലാദ തിമിർപ്പ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പലപ്പോഴും ആഹ്ലാദത്തിന്റെ വേളകളിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും അങ്ങനെയാണ്, നമ്മളെ കൊണ്ട് ആൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും. ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിവാഹങ്ങളുടെ വേദികളൊക്കെ വരുമ്പോ ഒരു വിവാഹ നിശ്ചയം, അത് വിവാഹമല്ല. വിവാഹ നിശ്ചയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോഗ്രാഫർമാർ എന്തൊക്കെയാ നമ്മളെ കൊണ്ട് കാട്ടിക്കൂട്ടുന്നത്. പെൺകുട്ടിയെ അവരൊന്നായി തീർന്നിട്ടില്ല അല്ലെ? കരം ഗ്രഹിക്കപ്പോഴാണ് ഗൃഭ്ണാമി തേ സൗഭഗത്വായ ഹസ്തം മയാ പത്യ ജരദഷ്ടിർ യഥാസഹ ഭഗോ അര്യമാ സവിതൃപുരം ധിർ മഹ്യം ത്വാ ദുർഗാർഹപത്യായ ദേവാഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയുടെ കരം ആദ്യമായിട്ട് പിടിക്കുന്നത്. ആ കരം പിടിച്ചാൽ അവൾ ആരാണ്? അവൾ ഗൃഹിണിയാണ്. പിന്നെ ഇവിടെ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ തന്നെ വീഡിയോഗ്രാഫർമാർ വരുന്നു, കെട്ടിപ്പിടിപ്പിക്കുന്നു, എടുത്ത് പൊക്കി ചുംബിപ്പിക്കുന്നു, എന്തൊക്കെയാ കാട്ടുന്നത്. എന്നിട്ട് വിവാഹം നടന്നില്ലെങ്കിലോ അല്ലെ? വിവാഹ നിശ്ചയം നടന്ന എല്ലാ വിവാഹങ്ങളും നടന്നിട്ടൊന്നുമില്ല, എത്രയോ എണ്ണം നടക്കാതെ പോയിരിക്കുന്നു. ഇതിന്റെ ചിത്രവും കാര്യങ്ങളൊക്കെ അവന്റെ കയ്യിൽ ഇരിക്കുകയാണ് അല്ലെ? ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ ഇത് മാത്രം മതി. അതിരിക്കട്ടെ. അപ്പൊ തിമിർപ്പാണ് അവിടെ. മുമ്പൊക്കെ അമ്മാവനും മറ്റുമൊക്കെയാണ്, അച്ഛനും അമ്മാവനും ഒക്കെയാണ് വിവാഹങ്ങൾ നടത്തിയിരുന്നത്. അച്ഛനമ്മമാരും അമ്മാവനും അമ്മായിയും ഒക്കെയാണ്. ഇപ്പൊ അവരല്ല. ഇപ്പൊ വിവാഹം നടത്തുന്നത് വീഡിയോഗ്രാഫറാണ് നടത്തുന്നത്. അവർ ഈ വക തോന്നിവാസങ്ങൾ മുഴുവൻ മനുഷ്യരെ കൊണ്ട് കാണിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ വിവാഹങ്ങളിലെങ്കിലും കുറെ നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തേണ്ട നേരം അതിക്രമിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? അത് നമ്മൾ ചെയ്യണം. തിമിർപ്പാണ് ഇവിടെയൊക്കെ നടക്കുന്നത്, മനസ്സിലായില്ലേ? ഇതുപോലൊരു തിമിർപ്പിലെടുത്ത
ചിത്രമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത്. അവളുടെ വിവാഹത്തിന്റെ തലേ ദിവസമാണ് അന്നെടുത്ത്. അവൾക്ക് മുമ്പ് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു, പിന്നെ വിവാഹം നടന്നില്ല. ആ ചിത്രം, അന്നത്തെ ചിത്രങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് വരന്റെ വീടിന് മുമ്പിൽ ആളുകൾ കൊണ്ടുപോയി പതിച്ചു. എന്താണ്? ഒരു വിവാഹം മുടങ്ങുന്നു എന്നാണെന്ന് ഓർക്കണം, വിവാഹത്തിന്റെ തലേ ദിവസം. അപ്പോ തിമിർപ്പിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ അനുവദിക്കുന്നത്? ആഹ്ലാദ തിമിർപ്പ്, ആഹ്ലാദം കൊണ്ട് തിമിരം ബാധിക്കുന്നു നമുക്ക്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കണ്ടുകൂടാത്ത അവസ്ഥയിലേക്ക് ആവുന്നു. അതുപോലെയാണ് രുഷ അന്ധമനാഹ, അന്ധമായ മനസ്സോടുകൂടിയവനായിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ടോ ഫണശൃംഗ സഹസ്ര വിനിസൃമര ജ്വലദഗ്നി കണൗഗ്ര വിഷാംബുധരം പുരത ഫണിനം സമലോകയഥാ ബഹുശൃംഗീണമഞ്ജന ശൈലമിവ. ധാരാളം ശൃംഗങ്ങളോട് കൂടിയ അഞ്ജന പർവ്വതം പോലെയാണ്. അത്രയും ഭീകരങ്ങളായിട്ടുള്ള ഫണങ്ങളോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ആര് വരുന്നു? ഈ സർപ്പം വരുന്നു. അവിടെ എന്നിട്ട് എന്താണ്? നമുക്ക് ഈ ആഹ്ലാദ തിമിർപ്പിനെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ആഹ്ലാദം കൊണ്ട് തിമിരം ബാധിക്കുന്നത് എന്നുള്ളത്. അവിടെ രോഷം കൊണ്ട് തിമിരം ബാധിക്കുന്നത് എങ്ങനെയാണ് കാണാം. ജ്വലദക്ഷി പരീക്ഷര ദുഗ്രവിഷ ശ്വസനോഷ്മ ഭരസ മഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. ഉടനെ തന്നെ ജ്വലിക്കുന്നതായ അക്ഷികളിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന്, ഓരോ ഫണത്തിലുമുള്ള കണ്ണുകളിൽ നിന്ന് ജ്വലിക്കുകയാണ്, രോഷം ജ്വലിക്കുകയാണ്. ജ്വലിക്കുന്നതായ ആ നേത്രങ്ങളിൽ നിന്ന് ഉദ്ഗമിക്കുന്നതായി പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ആ രോഷാഗ്നിയുടെ ജ്വാല, ആ ജ്വാലയോടുകൂടിയ ആ മഹാഭുജകം പരിദശ്യ ഭവന്തമനന്തബലം, അനന്തബലനായ അങ്ങയെ പരിദംശിച്ചു, അങ്ങയെ ചുറ്റും പറ്റുന്നത് പോലെയൊക്കെ അദ്ദേഹത്തെ ദംശിച്ചു. അവിടെയാണ് മേൽപ്പത്തൂർ പറയുന്നത് സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. സമവേഷ്ടയത് അസ്ഫുടചേഷ്ടം. അസ്ഫുടചേഷ്ടം എന്നുള്ള പദം രണ്ടിടത്തേക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അസ്ഫുടചേഷ്ടം ഭവന്തം, അസ്ഫുടചേഷ്ടനായ അങ്ങയെ. അങ്ങയുടെ ചേഷ്ടകൾ അസ്ഫുടങ്ങളാണ്. ആർക്ക്? സാധാരണ ജനങ്ങൾക്ക് അസ്ഫുടങ്ങളാണ്. അങ്ങ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ആളുകൾക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? എന്തുകൊണ്ട് രാസക്രീഡ? ആളുകൾക്ക് അറിഞ്ഞുകൂടാ. രാസക്രീഡ ശരിയായിട്ട് നോക്കിയാൽ എന്താണ് അതിൽ ഇന്ന് ആളുകൾ വിമർശിക്കുന്ന വിധത്തിലുള്ള യാതൊന്നും അതിൽ ഇല്ല. കാരണം ഭഗവാന്റെ ചേഷ്ടകൾ നമുക്കൊക്കെ അസ്ഫുടമാണ്. അസ്ഫുടമായ ചേഷ്ടകളോട് കൂടിയവനായ അങ്ങയെ ദംശിച്ചു എന്ന് ഒരിടത്ത് എന്താണ് ഭഗവാന്റെ വിശേഷണമായിട്ട് അസ്ഫുടചേഷ്ടം എന്നെടുക്കാം. രണ്ടാമത് അത് ക്രിയാവിശേഷണമായിട്ടും എടുക്കാം. അസ്ഫുടചേഷ്ടം ആയി തന്റെ ചേഷ്ടം എന്താണ് എന്ന് വ്യക്തമാകാത്ത വിധത്തിൽ, അതായത് ഭഗവാന്റെ ചേഷ്ടകൾ എന്താണ് താൻ ചെയ്യുന്നത് എന്താണ് എന്ന് അറിയാത്തവനായ ആ സർപ്പം ഭഗവാനെ ദർശിച്ചു. ആരെയാണ് ഈ ദർശിക്കുന്നത്, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് അറിയാത്ത. അപ്പൊ അതും വളരെ സാമർഥ്യത്തോടു കൂടി അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള ഒന്നാണ്. രണ്ടിടത്തായിട്ട് അത് രണ്ടിടത്തേക്ക് ഈ വിശേഷണം ചേരുന്ന വിധത്തിൽ, ഒന്ന് ഭഗവാന്റെ വിശേഷണം, ഒന്ന് ക്രിയാവിശേഷണം, രണ്ട് വിധത്തിലും എന്നർത്ഥം. ഇനി ഈ സമയത്ത് എന്തായി തീർന്നു? ഈ സമയത്ത് അവിടെ ശ്രീകൃഷ്ണനെ കാണാതെ കരയ്ക്ക് നിൽക്കുന്ന ഗോപന്മാരും പിന്നെ കുട്ടികളും ഗോക്കളും എല്ലാവരും തന്നെ വളരെയേറെ അസ്വസ്ഥരായി തീർന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് ഇരുന്നു. അങ്ങനെ എന്താണ് അവരവസാനം ഏതായാലും ഭഗവാൻ ആ നദിയിലേക്ക് ആണ്ടുപോയ ഭഗവാനെ കാണുന്നില്ല. ഇനി നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും ജീവത്യാഗം ചെയ്യാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. അങ്ങനെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് കാളിയന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനായി ഭഗവാൻ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ഭഗവാൻ ഒരു ഹാസത്തോടുകൂടി, മന്ദഹാസത്തോടുകൂടി പുറത്തേക്ക് വന്നു. അതാണ് അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാത്
ഉദഗമ്യദഹാസജുഷാഭവത. അങ്ങന്ന് എന്ത് ചെയ്തു? അങ്ങന്ന് പുറത്തേക്ക് വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഭഗവാൻ കാളിയന്റെ ഫണങ്ങളിൽ കയറി നിന്ന് നൃത്തം ചെയ്തു. ആ നൃത്തം എങ്ങനെയുള്ളതാണ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ ഭഗവാൻ വീണ്ടും നാരായണ ഭട്ടമാതർ വീണ്ടും നൃത്തം എങ്ങനെയായിരിക്കണം എന്നുകൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൃത്തത്തിന് മാർക്കിടാൻ പോകുന്ന ആളുകളൊക്കെ നമ്മളിൽ ഉണ്ടാകാം. പക്ഷെ പലപ്പോഴും എന്താണ്, മാർക്കിടുന്ന സമയത്ത് ആളുകൾ നോക്കാറുണ്ട് ആ നൃത്തത്തിന്റെ വേഷത്തിന്റെ പളവളപ്പ് എങ്ങനെയുണ്ട് എന്ന് നോക്കാറുണ്ട് പലരും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നൃത്തം കഴിയുമ്പോഴുള്ള ജനങ്ങളുടെ കയ്യടി എത്രമാത്രമുണ്ട് എന്നും കൂടെ നോക്കിയിട്ട് മാർക്കിടുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. നൃത്തത്തിന് അങ്ങനെയല്ല മാർക്കിടേണ്ടത് എന്ന് ഭഗവാൻ നമുക്ക് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിരുഹ്യ തദഫണിരാജഫണാൻ നൃതേ ഭവതാ മൃദുഹാസരുജാ കളശിഞ്ചിത നൂപുരമഞ്ജുമിള കരകങ്കണ സങ്കുല സംക്വണിതം. ഇങ്ങനെയായിരിക്കണം നൃത്തം. എങ്ങനെയായിരിക്കണം അത്? ഫണിയുടെ മണ്ഡലങ്ങളിൽ കയറി, സർപ്പത്തിന്റെ ഫണമണ്ഡലങ്ങളുടെ മുകളിൽ കയറി, നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ കയറുന്നത് പോലെ അങ്ങനെ അതിന്റെ മുകളിൽ കയറിയിട്ട് നൃതേ ഭവതാ മൃദുഹാസരുച, മൃദുവായിട്ടുള്ള ഹാസത്തിന്റെ ശോഭയോടുകൂടിയ നൃത്തത്തെയാണ്, അങ്ങനെ ആയിട്ടാണ് അങ്ങനെ നൃത്തം ചെയ്തത് അല്ലെ. നൃത്തം ചെയ്യുമ്പോൾ എന്ത് വേണം? ഒരു തൂമന്ദഹാസം എവിടെ വേണം? മുഖത്ത് വേണം. അപ്പൊ വേദിയിൽ കയറി മന്ദഹാസത്തോടുകൂടി അദ്ദേഹം ഭഗവാൻ നൃത്തം ചെയ്തു. ആ നൃത്തം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? കളശിഞ്ചിത നൂപുരമഞ്ജുമിള, കളം മനോഹരമായിട്ടുള്ള ശിഞ്ചിതം. ശിഞ്ചിതം എന്താണ്? ആ വളകളുടെയും നൂപുരത്തിന്റെയൊക്കെ ശബ്ദത്തെയാണ് ശിഞ്ചിതം എന്ന് പറയുന്നത്. അതിന്റെ മനോഹരമായിട്ടതായ ആ ക്വണിതം, ആ ശബ്ദം മനോഹരമായ ശിഞ്ചിതത്തോടു കൂടിയ കളശിഞ്ചിത നൂപുരമഞ്ജുമിള, നല്ല മനോഹരമായിട്ടുള്ള ശിഞ്ചിതത്തോടു കൂടിയ നല്ല മനോഹരമായ ശബ്ദം, ക്വണിതം പുറപ്പെടുവിക്കുന്ന നൂപുരം. നൂപുരം എവിടെയാണ്? കാലിൽ അണിയുന്നതാണ് നൂപുരം, ചിലങ്ക. അങ്ങനെ ചിലങ്കയുടെ ശബ്ദത്തോട് മഞ്ജുമിള, മഞ്ജുവായ വിധത്തിൽ, മനോഹാരിയ വിധത്തിൽ മേളിക്കുന്ന കരകങ്കണ സങ്കുല സംക്വണിതം, കരത്തിലെ കങ്കണങ്ങളുടെ ക്വണിതം, കങ്കണങ്ങളുടെ ശിഞ്ചിതം, കാലിലണിഞ്ഞിട്ടുള്ള നൂപുരത്തിന്റെ ശബ്ദത്തോട് സമഞ്ജസമായ വിധത്തിൽ ചേരുന്ന നൃത്തത്തെ ചെയ്തു. അപ്പൊ നോക്കൂ, നൃത്തത്തിന് വേണ്ട കാര്യങ്ങൾ അല്ലേ. കരചലനങ്ങൾ പോലെ തന്നെ എന്ത് ചെയ്യണം? പാദചലനങ്ങളും അത് ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്ത വിധത്തിലല്ല, പാദങ്ങളുടെ ചലനങ്ങളോട് മനോഹരമായ വിധത്തിൽ ചേരുന്നതായിരിക്കണം കൈകളുടെ ചലനം. അപ്പൊ അത് ചലനം നമുക്ക് കാണാം, അതുപോലെ മാത്രം പോരാ, അതിൻ്റെ ആ ശിഞ്ചിതവും അങ്ങനെ ചേരുന്നതാകണം. അപ്പോ കാലിന്റെ പദചലനങ്ങളോട് സമഞ്ജസമായ വിധത്തിൽ ചേരുന്ന കരചലനങ്ങളും ഉണ്ടാകണം എന്ന നൃത്തത്തിന്റെ. അതോടൊപ്പം തന്നെ മുഖത്ത് എന്ത് വേണം? മുഖത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരിക്കണം എന്നിങ്ങനെയുള്ളതായ നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂരത് നമുക്ക് വിവരിച്ച് തരുന്നത്. ഇത് കഴിയില്ല, ഇനി അടുത്ത ഒരു ദശകവും കൂടിയുണ്ട്. കാളിയന്റെ ദർപ്പമെല്ലാം ശമിപ്പിച്ച് രമണകദ്വീപിലേക്ക് അയക്കുന്നു. കാളിയൻ എന്തുകൊണ്ടാണ് അവിടെ വന്ന് കാളിന്തിയിൽ വന്നത്? കാളിന്തിയിലേക്ക് ഗരുഡന് പ്രവേശമില്ലാത്തത് കൊണ്ടാണ് അവിടേക്ക് വന്നത്. അപ്പോ ഇനി പറയാണ്, ഇനി അങ്ങേക്ക് എല്ലായിടത്തും ഗരുഡനെ പേടിയാണ് അങ്ങേക്ക്, ഇനി അങ്ങേക്ക് ഗരുഡനെ പേടിയില്ല. എന്ത് വേണ്ട? അങ്ങയുടെ ഫണങ്ങളിൽ അങ്ങ് ഭഗവാന്റെ പാദമുദ്രകൾ വഹിക്കുക. ഭഗവത് പാദമുദ്ര ശിരസിൽ ഏൽക്കുന്നുണ്ടെങ്കിൽ, നാം ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിർഭയരായി എവിടെയും സഞ്ചരിക്കാം എന്നുള്ളതായ വലിയൊരു പാഠവും കൂടെ ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നൃത്തത്തിൻ്റെതായിട്ടുള്ള ഒരു പാഠവും അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്രകാരം ചെയ്തപ്പോൾ എന്തായി തീർന്നു? ജഹൃഷു പശുപാസ്തു തുഷുർ മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാഹ ത്വയി നൃത്യതിമാരുതഗേഹ പദേ പരിപാഹി സമാം ത്വമദാന്തഗതാത്. അങ്ങനെയുള്ള ദാന്തം ദമനം ചെയ്യപ്പെട്ടതായ ഈ രോഗത്തിൽ നിന്ന് ഭഗവാനെ എന്നെ രക്ഷിച്ചു കൊള്ളണമേ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ഇതിവിടെ അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ മേൽപ്പത്തൂരിന്റെ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും എന്താണ് അദ്ദേഹത്തിന്റെ വലിയതായ പാണ്ഡിത്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ പാഠവം എന്തിനാണ്? കാര്യങ്ങളെ അതീവ സംക്ഷിപ്തമായിട്ട് അതിന്റെ സംക്ഷേപിക്കുന്നതിന്റെ അന്തരാത്മാവ് നശിപ്പിക്കാതെ. നമ്മുടെ എഡിറ്റിംഗ് പോലെയല്ല. നമ്മൾ പലപ്പോഴും എഡിറ്റിംഗ് നടത്തുമ്പോൾ എന്താണ്, എഡിറ്റിങ്ങിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് കൃതിയുടെ ആത്മാവ് എന്ന് വരെ പറയാൻ നമുക്ക് കഴിയും. നമ്മളൊരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ശരിക്ക് പലരും അതിനെ എഡിറ്റ് ചെയ്യുന്നു. അല്ല, ഇപ്പൊ പത്രങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിത്തീരും? അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ ഞാനൊരു ഒരു ഒരു ഈ അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ആ നേഴ്സ് 40 കൊല്ലം എന്താണ് അബോധാവസ്ഥയിൽ കിടന്ന് മരിച്ചുപോയ ആ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ഞാൻ എഴുതുകയുണ്ടായി. അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടതാണ് ഒരുവനാൽ. അവരെ ബലാത്സംഗം ചെയ്ത ആൾക്ക് 7 കൊല്ലത്തെ ശിക്ഷയാണ് കിട്ടിയത്. 40 കൊല്ലമാണ് ആ സഹോദരി അബോധാവസ്ഥയിൽ തന്നെ കിടന്നത്. അപ്പൊ എത്ര ലഘുവായ ശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു ലേഖനം, ഒരു കുറിപ്പ് നമ്മുടെ പത്രങ്ങൾക്ക് നൽകുകയുണ്ടായി. നീതി ദേവതയുടെ അകക്കണ്ണും അടഞ്ഞുപോയോ എന്നായിരുന്നു അതിലെ ചോദ്യം. നീതി ദേവതയുടെ അകക്കണ്ണും അടഞ്ഞുപോയോ? അത് നമ്മുടെ പത്രക്കാർ, ബഹുമാനപ്പെട്ട പത്രക്കാർ അതിനെ എന്താണ് എഡിറ്റ് ചെയ്തപ്പോ നീതി ദേവത കണ്ണടച്ചുവോ എന്നായിപ്പോയി. കണ്ണടയ്ക്കുന്നതും അകക്കണ്ണും അടഞ്ഞു പോകുന്നതും തമ്മിൽ വളരെയേറെ അന്തരമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് സാധാരണ. ആ എഡിറ്റിംഗ് പോലെയല്ല മേൽപ്പത്തൂരിൻ്റെത്. ആത്മാവ് നഷ്ടപ്പെടാത്ത വിധത്തിലുള്ളതായ, ഒരു പക്ഷേ അതിനെ കൂടുതൽ ജാജ്വല്യമാനമായി എടുത്തു കളയത്തക്ക വിധത്തിലുള്ളതായ ഒരു സംക്ഷേപണ പാഠവം, അതുപോലെ തന്നെ അഗാധമായ സംസ്കൃത പാണ്ഡിത്യം, വ്യാകരണപരമായ അവബോധം, അതുപോലെ തന്നെ നർമ്മബോധം, ഇതെല്ലാം ഒത്തിണങ്ങിയ മഹാപ്രതിഭയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അദ്ദേഹത്തിന്റെ ആ പ്രതിഭാവിലാസമാണ് നാരായണീയത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എന്താണ്, ദ്വേധ നാരായണീയം ശ്രുതിശ്രുതി ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈഹി ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും, അഥവാ ആയുസ് ആരോഗ്യവും സൗഖ്യവും ഉള്ളിടത്തോളം ആയുസ്സും നമുക്ക് ഭഗവാൻ നൽകട്ടെ. അതല്ലാതെ നമ്മൾ എല്ലാം ശേഷിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഇങ്ങനെ എന്താണ് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഇല്ലാതെ എന്താണ് ആയുസ് കൊണ്ട് കാര്യമില്ല. അപ്പൊ അതുപോലെ ഇതെല്ലാം മൂന്നും കൂടെ സമ്മേളിക്കുന്ന വിധത്തിലുള്ളതായ എന്താണ് ആരോഗ്യം, ദീർഘായുസ്സും നമുക്ക് ഉണ്ടാകട്ടെ. ശതം ജീവ ശരദോ വർദ്ധമാനഃ ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിത ബൃഹസ്പതി ശതായുഷ ഹവിഷേമം പുനർദുഹു. ഏത് ഋതുവിന്റെയും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്ക വിധം ഒരു ഋതുപരിവർത്തനവും നമ്മളെ രോഗികളാക്കി മാറ്റാത്ത വിധത്തിലുള്ളതായ ആയുസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെയും പ്രാർത്ഥനയോടെയും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിച്ചു കൊള്ളട്ടെ. നമസ്കാരം. ഏറ്റവും വിലപ്പെട്ട വാക്കുകളായിരുന്നു സാറിൻ്റെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എത്ര സൂക്ഷ്മമായ നിരീക്ഷണമാണ് നാരായണീയത്തെക്കുറിച്ച് സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ആദ്യത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ അക്ഷരവും അവസാന ശ്ലോകത്തിന്റെ അക്ഷരവും കൂടെ കൂട്ടിച്ചേർത്തിട്ട് സഖ്യഭാവത്തിലുള്ള പ്രേമമാണല്ലോ ഗോപികൾക്ക് ഭഗവാനോട്ടുണ്ടായിരുന്നത്. ആത്മനിവേദനം, അവിടെ ഒന്നും ശങ്കിക്കാനില്ല. അത്രമാത്രം നിഷ്കളങ്കമായ പ്രേമം, ആ ഭക്തി. അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാ ഭക്തികളെക്കാളിലും കൂടുതലായിട്ട് ഗോപികളുടെ ഭക്തിയെ നാം കരുതപ്പെടുന്നത്. ഇതുപോലെ ഒരു ശ്ലോകം മാത്രം സംഗ്രഹപാഠവത്തെ പറ്റി സാറ് പറയുണ്ടായി. ഇതുപോലെ നമുക്ക് അനലൈസ് ചെയ്ത് സാറിന് പറയാനുള്ള സമയം കിട്ടുകയാണെങ്കിൽ എത്രയെത്ര ശ്ലോകങ്ങളായിരിക്കും സാറ് നമുക്ക് ചൂണ്ടിക്കാട്ടി തരുന്നത്. മഹാഭാരത ഗീത മുഴുവനും ഒരൊറ്റ ശ്ലോകത്തിലാണ് ഭട്ടതിരിപ്പാട് നമുക്ക് അവിടെ സംഗ്രഹണം ചെയ്തു വച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലർക്കും സാറിനോട് ചോദിക്കാനുണ്ട്. ഈ നാരായണീയ പ്രഭാഷണത്തെ കുറിച്ച് തന്നെ ശൂർപ്പണയുടെ കാര്യം പറഞ്ഞപ്പോൾ ശൂർപ്പണയുടെ മൂക്ക് മുറിച്ചിട്ട് രാവണന്റെ അടുക്ക പോയി പറയുന്ന ഒരു ഭാഗം ചാക്യാർകൂത്തിന്റെ പ്രബന്ധം എഴുതി കൊടുക്കുന്ന പതിവിൽ ഉണ്ട്. അപ്പോൾ അനുനാസികാക്ഷരങ്ങൾ ഒന്നും കൂടാതെ എങ്ങനെ ശൂർപ്പണകന്റെ ഈ വിലാപം രാവണനെ അറിയിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഭാഗവും
നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുപോലെ എനിക്ക് ഒരു സംശയം പേഴ്സണലായിട്ട് സാറിൻ്റെ അടുക്ക ചോദിക്കാനുള്ള, ഇതിൽ ചില ദശകങ്ങൾ ഗീതി എന്ന് പറഞ്ഞ ഒരു വൃത്തത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അറിയാം ഓരോ ദശകങ്ങളും അതിൻ്റെ ഭാവങ്ങളനുസരിച്ച് ഭട്ടതിരിപ്പാട് അതിൻ്റെ വൃത്തങ്ങൾ മാറ്റുന്നു. ചില ദശകങ്ങളിൽ ഒന്നിലേറെ വൃത്തങ്ങൾ നമ്മൾ 5ഉം 6ഉം വരെ വൃത്തങ്ങളിലുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഈ ഗീതി അത്ര എളുപ്പം ചൊല്ലാനായിട്ട് കഴിയുന്ന ഒന്നല്ല. അതിനെ പറ്റി സാറ് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഒരവസരത്തിൽ പറഞ്ഞിരുന്നാലും മതിയാകും. ഇപ്പോൾ ഏതാനും നിമിഷം നമുക്ക് മറ്റുള്ളവർക്ക് സാറിൻ്റെ ഇന്നത്തെ ഈ നാരായണീയ പ്രഭാഷണത്തെക്കുറിച്ച്, അതിൻ്റെ ശില്പജാതിയെക്കുറിച്ച്, അതിൻ്റെ സാഹിത്യ ഭംഗിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നതിന് വേണ്ടി അല്പസമയം നീണ്ടുപോകുന്നതിൽ ക്ഷമിക്കണം. ഇത് നമുക്ക് ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. സിനു വന്നിട്ടുണ്ട് ചേട്ടാ. സിനുണ്ട്. നമസ്കാരം സാർ. ഈ സാറിന്റെ നാരായണീയ ആസ്വാദനവും ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ച് തന്നതൊക്കെ കേട്ടപ്പോൾ ഞാൻ ചെയ്തു വെച്ചത് അബദ്ധമായോ എന്നുള്ളത് കൂടുതൽ തോന്നി തുടങ്ങുന്ന അല്ല, ഞാൻ രസിച്ചാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് അബദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതിന്റെ ചിലപ്പോൾ ചില കാര്യങ്ങൾ കരടൊക്കെ ഉള്ളത് എനിക്ക് കാണാനും പറ്റുന്നുണ്ട് അത്യാവശ്യം. അത് വലിയ ഭാഗ്യമാണ്. സ്വാമിജി പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു സത്സംഗത്തിന്റെ ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. മറ്റാരെങ്കിലും? PHNയുടെ ജനറൽ സെക്രട്ടറി സിനു നായർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. സിനു മുഴുവൻ കേട്ടില്ലെങ്കിലും സാറിന്റെ ഈ പ്രഭാഷണത്തെ പറ്റി 2 വാക്ക് സംസാരിക്കുക. എപ്പോഴാണ് എത്തിയെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് അധികം പറ്റുകയാണെങ്കിൽ ജനറലായിട്ട് നേരത്തെ പുതുച്ചേതിനുണ്ടായിരുന്നു. ഒരു ആശംസാ പ്രസംഗം അദ്ദേഹം തന്നിരുന്നു. ഇതെല്ലാമാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ. ഓക്കെ, സോറി, ഞാൻ ഇച്ചിരി ലേറ്റായി പോയി, ജോലിയായിരുന്നു, അതുകൊണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഗോപിയങ്കള് നമ്മുടെ മെസ്സേജിൽ പറഞ്ഞതുപോലെ നാരായണത്തിൻ്റെ 100ാം ദശകം വായിച്ചപ്പോൾ മേൽപ്പത്തൂരിൻ്റെ വേണുഗോപാല ദർശനം നൽകിയ ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും കൂടെ. എല്ലാവർക്കും അനുഗ്രഹം കിട്ടുകയുണ്ടായി. അപ്പോൾ അത് പാരായണം ചെയ്ത രാധാമണി ചേച്ചിക്കും അതിൻ്റെ ബുക്ക് നമുക്ക് എഴുതിയ ഡോക്ടർ സുകുമാർ സാറും, അതുപോലെ തന്നെ അതിൻ്റെ മനോഹരമായിട്ട് നമുക്ക് ലളിതമായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ CT ഫ്രാൻസിസ് സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഗോപിയങ്കളിലെ ഓരോ ആഴ്ചയിലും നമുക്ക് എല്ലാവർക്കും അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം നമുക്ക് അയച്ചു തന്ന് നമ്മളെല്ലാവരും എൻകറേജ് ചെയ്യുന്ന ഗോപിയങ്കളിനും ഗോപി ചേട്ടനും നന്ദി അറിയിച്ചോളുന്നു. കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുരേന്ദ്രൻ നായർ നമ്മുടെ ഒപ്പം ഉണ്ട്. സുരേന്ദ്രൻ നായർ ഇന്നത്തെ ഈ പ്രഭാഷണത്തെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ പറ്റി 2 വാക്ക് സംസാരിക്കണം. അഭിഷേക്. അൺമ്യൂട്ട് ചെയ്താട്ടെ. അഭിവന്ദനായ ഫ്രാൻസിസ് സാറ്, സംപൂജ്യനായ നമ്മുടെ സ്വാമിജി, ഗുരുതുല്യരായ ഈ സത്സംഗിൽ പങ്കെടുക്കുന്നവരെ, എല്ലാവർക്കും എൻ്റെ ധന്യമായ നമസ്കാരം. തികച്ചും കഴിഞ്ഞ ഒരു 2 മണിക്കൂർ നമ്മൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ ആനുകാലിക പ്രതിഭാസങ്ങളിൽ നിന്നെല്ലാം വിച്ഛേദിക്കപ്പെട്ട അറിവിൻ്റെ അനുഭൂതിയുടെ അവാച്യമായ കുറെ നിമിഷങ്ങളിലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഭക്തിയുടെ ഔന്നത്യം, എത്രത്തോളം ഭക്തി ഉന്നതമായ ശ്രേണികളിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് ബോധ്യം വന്ന, ഗുരുമുഖത്ത് നിന്ന് ലഭിച്ച ഈ ഒരു പ്രഭാഷണം വളരെ ധന്യമായ ഒരു ജീവിത അനുഭവമായി എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം
ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അറിവിന്റെ അനുഭൂതി, അതുപോലെ ഭക്തിയുടെ ഉന്നതി, നാരായണീയ അമൃതം ഇങ്ങനെ ഒഴുകുകയായിരുന്നു. അതിങ്ങനെ അദ്ദേഹത്തിന്റെ നിരർഗളമായ വാഗ്ധോരണികളിലൂടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന എഫക്റ്റിലാണ് നമ്മുടെ സിരകളിലേക്ക് അത് കടന്നു വന്നത്. സാധാരണ പ്രഭാഷണം പലപ്പോഴും നമ്മൾ ഇങ്ങനെ കുറച്ച് കേൾക്കുകയും ശ്രദ്ധ നമ്മളെ ഡൈവേർട്ട് ചെയ്യും, നമ്മുടെ ലിസണിങ് സ്പാൻ ഇങ്ങനെ പോകാറുണ്ട്. നമ്മൾ ശ്രദ്ധ അവിടെ നിൽക്കാറില്ല. ഇത് ഒരു ഇഞ്ചക്ഷൻ നമുക്ക് എടുത്താൽ എത്ര എഫക്റ്റീവ് ആകുമോ അതുപോലെ അദ്ദേഹത്തിന്റെ ഈ നാരായണീയ അമൃത വിളംബരം, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ശ്ലോകവും അതിൻ്റെ ശരിക്കും വർണ്ണനകളും തോടയും ഒക്കെ ഒരിക്കലും നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാനിത് കേട്ടിട്ടേ ഇല്ല ഇതുപോലെ. ഇത്രയും ശ്രവണ സുന്ദരമായിട്ട്, ഇത്രയും എന്താ പറയാൻ സുഭഗമായിട്ട് നമ്മുടെ ഓരോ സിരകളെയും ത്രസിപ്പിക്കുന്ന രീതിയിൽ ഇത്ര അമൂല്യമായ ഒരു വൈജ്ഞാനിക സമ്പത്താണ് നമ്മുടെ നാരായണീയം എന്ന് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ല. ഈ ഒരു വലിയ അമൃത കുംഭം നമ്മൾ ഇങ്ങനെ കുറേശ്ശെ പകർന്നു കൊടുക്കാൻ ഇതുപോലെ ഒരു വേദി. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് നന്ദി എന്നുള്ളൊരു വാക്കുകൊണ്ടൊരിക്കലും പറയാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പാദ നമസ്കാരമാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. തികച്ചും അദ്ദേഹം നമ്മുടെ മുഖ്യ അതിഥി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു സേവനം, അദ്ദേഹത്തിന്റെ ഉപദേശം, ആ ഗുരുമുഖത്തു നിന്നുള്ള അടർന്നു വീണ ഓരോ വാക്കുകളും അതിലൊന്നും തന്നെ നമുക്ക് കളയുവാനില്ല. അത് എത്രത്തോളം നമ്മളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ അതിൽ നമ്മളെല്ലാം ധന്യരാണ്. അദ്ദേഹത്തോട് അഹൈതവമായ കൃതജ്ഞതയും നന്ദിയും കടപ്പാടും കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമുക്കറിയാം, വളരെ വർഷങ്ങളായി ഈ നാരായണീയവുമായിട്ട് ബന്ധപ്പെട്ട് സുകുമാർജി പ്രവർത്തന രംഗത്താണ്. ഉദിച്ചതിന് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശം അദ്ദേഹത്തിനുണ്ട് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കുകയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ഇതിനെ മലയാളീകരിക്കുന്നു. നമുക്കറിയാം, സംസ്കൃത ഭാഷ നമ്മുടെ രാജ്യത്ത് നിർഭാഗ്യവശാല് നാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഭാഷയല്ല നഷ്ടപ്പെടുന്നത്, ഒരു വലിയ സമ്പത്ത്. നമ്മുടെ ഭാരതത്തിന്റെ ഒരു വലിയ വിലപ്പെട്ട നിധിയാണ് സംസ്കൃതം ഇല്ലാതാകുന്നതോടു കൂടി അപ്രത്യക്ഷമാകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം എന്തുകൊണ്ടോ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. ആദിശങ്കരന്റെ പേര് പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ പോലും ആദിശങ്കരന്റെ പ്രതിമയോ ആദിശങ്കരന്റെ പുസ്തകങ്ങളോ പരസ്യമായി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കേരള സംസ്ഥാനം എത്തി നിൽക്കുന്നത്. അപ്പോൾ ധർമ്മം എല്ലാ രംഗത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ധർമ്മം വീണ്ടെടുക്കുവാൻ സുകുമാർജിയെ പോലുള്ള ആളുകളുടെ സേവനം, അതിന് പ്രേരകമായിട്ട് വളരെ ശ്രവണ സുന്ദരമായിട്ട് ഇതിവിടെ പാരായണം ചെയ്ത ചേച്ചിയോട് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എല്ലാ വേദികളിലും തന്നെ നമുക്കെല്ലാം ഗുരു തുല്യമായ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് നമുക്ക് എത്രയോ വർഷങ്ങളായി നമ്മളോടൊപ്പം ഉള്ള ചേച്ചിയോട് നമുക്ക് നന്ദിയുണ്ട്. അത് ആദ്യം പറഞ്ഞ പോലെ ഒന്നും വാക്കുകളല്ല, ഇത് കടപ്പാടുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കടപ്പെട്ടിരിക്കുന്ന ജന്മങ്ങളാണ് സംഘടനയും സംഘടനയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും ഇവരോടുള്ള കടപ്പാട് വളരെ വലുതാണ്. അതിനെല്ലാം അതീതമായി ഈ പരിപാടിയുടെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഗോപിച്ചേട്ടൻ്റെയും അതുപോലെ ശാന്ത ചേച്ചിയുടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവരും നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം എത്രയോ വർഷമായി ഇതിനു വേണ്ടി സമർപ്പിതമാണ്. എനിക്ക് തോന്നുന്നത് 2015 ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അത് മുതൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിന്റെ വളരെ വലിയൊരു പങ്ക് അറിയാനും അറിയിക്കാനും അതിൽ നിന്ന് അദ്ദേഹം ഇന്നും പഠിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അദ്ദേഹം ചോദ്യം ചോദിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അദ്ദേഹത്തിന് തന്നെ സംശയപരൻ വരുന്നു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അദ്ദേഹം ഇതിലെല്ലാം വളരെ സർവ വിദ്യാപാരംഗതനാണ് ഈ പുരാണങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഗീതയായിരുന്നാലും അത് നാരായണീയമായിരുന്നാലും വിദ്യാധിരാജന്റെ ഗ്രഹ സമ്പത്തായിരുന്നാലും അതിന്റെ ഓരോ അറകളിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള അവർ രണ്ടുപേരുടെ ആ ഒരു ദമ്പതികളുടെ സാന്നിധ്യം അതീവ പുണ്യദായകമാണ്.
കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ തികച്ചും വളരെ വിലപ്പെട്ട ഈ നിമിഷങ്ങൾ സംഭാവന ചെയ്തതിന് അവരോടും ഉള്ള നന്ദി ഒരു പ്രതിനിധി എന്ന നിലയിൽ വളരെ ഭക്ത്യാദര പുരസ്സരം ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത ഓരോ ആളുകളോടും, നേരത്തെ നമ്മുടെ സെക്രട്ടറി സിനു പറഞ്ഞു എങ്കിൽ പോലും സിനു വരുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും സിനുവിന് ജോലിയിലായിരുന്നു. അതുകൊണ്ട് സംഘടനയെ പ്രതിനിധീകരിച്ചും നമ്മുടെ ഈ സത്സംഗനെ പ്രതിനിധീകരിച്ചും ഓരോ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നു. നമസ്കാരം. പതിവ് പോലെ സുരേന്ദ്രൻ പറഞ്ഞ എല്ലാ വാക്കുകൾക്കും ഞങ്ങൾ അർഹരല്ല. അതുകൊണ്ട് അത് റിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് മറ്റാർക്കും ഒന്നും തന്നെ ഇല്ല. ഈ 2 മണിക്കൂർ കേട്ടിട്ടും മതിയായില്ല എന്നാ എനിക്ക് തോന്നുന്നത്. 43-ാമത്തെ ദശകത്തിലെ തൃണാവർത്തന്റെ കഥ ആണ് പറയുന്നത്. അയ്യോ, അതുകൂടെ എനിക്ക് കേൾക്കണമെന്നുണ്ടായിരുന്നു. അത് സാരമില്ല, ഇനിയും വേറെ ഒരു സമയത്ത്. വളരെ സന്തോഷം. എനിവേ, എത്ര പറഞ്ഞാലും എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. അത്രേ ഉള്ളു. ആയിക്കോട്ടെ. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വിഷൻ ഒന്നും സാധാരണ ചോദിക്കുന്ന വിഷന് ഇങ്ങനെ സംശയങ്ങളൊക്കെ വരുന്ന എന്നില്ലല്ലോ. അപ്പം രാധ, നമുക്ക് നിർവ്വാണ ഷട്കം ചൊല്ലിയിട്ട് നമുക്ക് ചേട്ടാ, ഞാനാണ് ഗീതയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ നാരായണീയ പാരായണ സമാപന വേളയില് നമ്മൾ കൃതജ്ഞതാപൂർവം, അതിനോടൊപ്പം നടന്ന പ്രഭാഷണത്തിലും നമ്മൾ കൃതജ്ഞതാപൂർവം സ്മരിക്കേണ്ട വ്യക്തികള്: 1 രാധാമണി ചേച്ചി, 2 കാനഡ സുകുമാരൻ സാറ്, ഫ്രാൻസിസ് സാറ്, ചേട്ടൻ ഉൾപ്പെടുന്ന ഇതിന്റെ സംഘാടക സമിതി. അപ്പം ശരിക്കും നമ്മൾ പറഞ്ഞാല് നമ്മുടെ കേരളീയരായ എല്ലാ മലയാളികളും അഭിമുഖീകരിക്കുന്ന ഒരു മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഭക്തിഗ്രന്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മുഖ്യമായ അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്കൃത ഭാഷയിലുള്ള അവരുടെ ഒരു അറിവ് കുറവ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇന്നലെ കൂടി ഒരു ജ്യേഷ്ഠൻ ഇവിടെ വന്നു. അപ്പൊ ഞങ്ങൾ ഈ നാരായണി ഇന്നത്തെ പ്രഭാഷണത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം കൂടി പറഞ്ഞത് ഇതേ കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ മലയാളികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ്. അപ്പൊ അതിന് എത്രമാത്രം ആഴത്തിൽ പ്രയോജനം ചെയ്യുന്നതാണ് നമ്മുടെ കാനഡ സുകുമാരൻ സാറ് എഴുതിയ ആ മലയാള തർജ്ജിമ എന്നുള്ളത്. അവിടെയാണ് അതിന്റെ പ്രസക്തി. നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്താണ്, അതിനാണ് കാലികമായ പ്രസക്തി വരിക. അപ്പൊ ഈ സംസ്കൃതം ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് സാറിന്റെ ആ തർജ്ജിമ. അതുപോലെ നമ്മുടെ ഫ്രാൻസിസ് സാറിന്റെ പ്രഭാഷണത്തിന്റെ ഒരു കാതലായ ആ ഭാഗം എന്ന് പറയുന്നത് പദങ്ങളുടെ സൂക്ഷ്മ നിരൂപണം. ശരിക്കും സംസ്കൃത അനഭിജ്ഞരായ ആളുകൾക്ക് അതാണ് ആവശ്യം. അപ്പൊ പാവകൻ എന്ന് നമ്മളെല്ലാവരും പറയും. എന്തുകൊണ്ട് പാവകൻ എന്ന് പറയുന്നു, എന്തുകൊണ്ട് ആലുവ എന്ന് പറയുന്നു? സാർ പറഞ്ഞു, ആലം വായിൽ കണ്ടത്തിൽ ധരിച്ചിരിക്കുന്നവനാണ്, ആ ദേവന്റെ സ്ഥാനമാണ് ആലുവ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സൂക്ഷ്മമായ നിരൂപണം ഉൾക്കൊള്ളുന്ന സാറിന്റെ ക്ലാസ് ശരിക്കും നമുക്കെല്ലാം വളരെ അനുഗ്രഹമാണ്. എല്ലാവർക്കും അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ അടുത്തത് നമ്മുടെ രാധാമണി ചേച്ചിയുടെ ഈ ആലാപനം, നാരായണി ആലാപനം, അത് ശരിക്കും ആലാപനമല്ല പാരായണമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ നമ്മളെ വാദ്യമേളങ്ങളോടൊക്കെ കൂടി അങ്ങോട്ട് സ്വാഗതം ചെയ്യും. ആ സ്വാഗതത്തിന്റെ ഒരു ഇമ്പമാണ് ആ ചേച്ചിയുടെ, രാധാമണി ചേച്ചിയുടെ ഈ നാരായണീയ പാരായണം. പിന്നെ അതുപോലെ തന്നെ ഈ മലയാള തർജ്ജിമ നമുക്ക് സുകുമാർ സാറിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഒരു രചയിതാവിൽ നിന്ന് തന്നെ തൻ്റെ കൃതി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു മഹാത്മ്യമുണ്ട്. കാരണം അദ്ദേഹം എന്താണോ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്
ആ കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ മറ്റൊരാൾ അത് പാരായണം ചെയ്ത് കേൾക്കുന്നതിന്റെ 100 ഇരട്ടി അല്ലെ 10 പറയരുത്, 100 ഇരട്ടി തന്നെ മാഹാത്മ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അത് വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെ നമുക്കത് ലഭിക്കും. അപ്പൊ അത്തരത്തിൽ പിന്നെ ഇതിന്റെ സംഘാടക സമിതി, സമയം ഒരുപാട് കഴിഞ്ഞു, ഇതിന്റെ സംഘാടക സമിതി ഇത് ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പം ഇതിനെല്ലാം നിദാനമായി വർത്തിക്കുന്നത് ഇതൊക്കെ സംഘടിപ്പിക്കാൻ മനസ്സുള്ള ഒരു സമൂഹം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഇതിന്റെ KHNA സംഘാടക സമിതി ഏറെ പ്രശംസ അർഹിക്കുന്നു. അപ്പൊ എന്തായാലും ഈ പരിപാടി നമ്മുടെ മനസ്സിനും ഏറെ ശാന്തിയും സമാധാനവുമാണ് ലോകത്തിന് വേണ്ടത്. അതിന് പ്രയോജനകരമായ പ്രവൃത്തികൾ എന്നും ഈ KHNAക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടും, എനിക്കപ്പം നാരായണീയത്തിലെ ഒരു ശ്ലോകമാണ് ഓർമ്മ വന്നത്. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തോ കരമഭിശതേ പൂജന വിധോ ഭവന്മൂർത്തിയാലോകേ നയനം അഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിതേ ചാരുചരിതേ. നമ്മുടെ സർവാംഗങ്ങളും സർവ ക്ലേശങ്ങളും നമുക്കില്ലാതാക്കാൻ ഉതകുന്ന ആ ഭഗവാനിലേക്ക് സർവാംഗങ്ങളും ഉത്സാഹിക്കട്ടെ, ഭഗവാനിലേക്ക് എത്താനായി സർവാംഗങ്ങൾ ഉത്സാഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഭാഷയെ കുറിച്ചുകൂടി ഒരു വാക്ക്. ഇത് ഡോക്ടർ ഗീതാമണി സംസ്കൃത പ്രൊഫസറായിട്ട് അനേകകാലം ജോലി ചെയ്ത് റിട്ടയർ ആയതിനു ശേഷം കാലടി സർവകലാശാലയിലെ ഡീനായിട്ട് ഇപ്പോൾ ആ പദവിയും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഡോക്ടർ ഗീതാമണിയും പ്രവർത്തകരും എല്ലാവരുമായിട്ട് ചേർന്ന് ഈ ഗീതാപാരായണം ദിവസവും ഓൺലൈനിലായിട്ട് നടന്നു വരുന്നുണ്ട്. പുറമെ ഇത് എൻ്റെ സഹോദര പത്നി കൂടിയാണ്. അദ്ദേഹം പ്രസന്നകുമാർ ഇവിടെയുണ്ട്. പ്രസന്നകുമാർ ശ്രീനാരായണ നീലകണ്ഠ തീർത്ഥപാദസ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി കൂടി ആണ്. അദ്ദേഹമാണ് ഈ നാട്ടിൽ നിന്ന് ഈ ഫ്ലയറെല്ലാം തയ്യാറാക്കുകയും അവിടെ നാട്ടിൽ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നത്. കേരളത്തിലെ ആ തരത്തിലെല്ലാം ഗീത 2 വാക്ക് സംസാരിച്ച് വളരെയേറെ സന്തോഷമുണ്ട്. താങ്ക് യു ഗീത. നമുക്ക് നിർത്താം. രാധ, നമ്മൾ പതിവ് പോലെ. ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവ ന ധർമ്മോ ന ചാർദ്ധോ ന കാമോ ന മോക്ഷ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്ത
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യും ന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധും ന മിത്രം ഗുരും നൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തേർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം വിദ്യാധിരാജായ നമഃ. ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇപ്പൊ സ്വാമിജി ഒരു മെസ്സേജ് വെച്ചിരുന്നു, ഫ്രാൻസിസ് സാറിന്റെ ക്ലാസ് മിസ് ചെയ്തതിൽ വളരെ സങ്കടമുണ്ട്. ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വേണമെന്ന് സ്വാമിജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാനത് സ്വാമിജിക്ക് അയച്ചു കൊടുത്തോളാം. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാനത് അയച്ചോളാം. അതെ, സ്വാമിജിക്ക് വേറെ പ്രയർ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. സ്വാമിജി പ്രത്യേകം ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പൊ കിട്ടി എനിക്ക്. സാറിന്റെ ക്ലാസ് മിസ് ചെയ്തതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ഫ്രാൻസിസ് സാർ ഫ്രാൻസിസ് സാർ മ്യൂട്ടാണ്. അതൊക്കെ ഒരു സൗഭാഗ്യമാണ് സാർ. അല്ല, ഞങ്ങൾക്കൊക്കെ ഒരു സൗഭാഗ്യമാണ് സാറിന്റെ പ്രസൻസും എൻകറേജ്മെന്റും ഒക്കെ. അപ്പൊ അത് കൂടുതൽ പറയുന്നില്ല. വാസ്തവത്തിൽ വളരെ അറിവുള്ള ആളാണ്. സ്വാമിജിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും എന്റെ പ്രഭാഷണത്തിൽ സ്വാമിജിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വാമിജിയെ എന്നോടുള്ള വാത്സല്യം കൊണ്ടാണ് സ്വാമിജി അങ്ങനെ പറയുന്നത്. ശരി ആവട്ടെ. മഹാത്മാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്ന കണ്ണാടി നോക്കുന്ന പോലെ ആണല്ലോ. അപ്പോ അങ്ങനെ ഒരു ഗീത വളരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് സാറിനെ പറ്റി പറയുകയുണ്ടായിട്ടുണ്ട്. പദങ്ങളെ പറ്റി സൂക്ഷ്മ നിരീക്ഷണം ചെയ്തിട്ട് അതിന്റെ അർത്ഥങ്ങളുടെ ഉള്ളിലുള്ള അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നതിൽ സാറിനുള്ള അപാരമായ കഴിവ് ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ടതാണ്. കൂടുതൽ സാറിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹം ആണ് പ്രാർത്ഥന. ഇത്ര നീണ്ട സമയം നമ്മളോടൊപ്പം ഇരുന്ന എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അടുത്ത ആഴ്ച ഉണ്ട്. ശരി, നമസ്കാരം എല്ലാവർക്കും. 2.5 മണിക്കൂർ പോയത് അറിഞ്ഞില്ല.